നമസ്കാരം. മാർക്ക് ഫെല്ലറും നീലും ലിയോ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ശരിക്കും ഒരു വല്ലാത്ത ഭയം ആ ലിയോ കുടുംബത്തിന്റെ മുറിക്കകത്തുണ്ട്. ലിയോ ഗാർഷ്യയും ലിയോ ഷൈനും ശരിക്കും വിറയ്ക്കുകയാണ്. അതേ വിറയൽ മാർട്ടിൻ സണ്ണിനുമുണ്ട്. മാർക്ക് നീലിനൊപ്പം ഹോട്ടലിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവർക്ക് ഒരു കോള് വന്നു. കോള് വിളിച്ചത് എഡ്ബർഗാണ്. എഡ്ബർഗ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ലിയോ കുടുംബത്തിന്റെ സംഭവം ഞാൻ അറിഞ്ഞു കേട്ടോ. എഡ്ബർഗ്, നിങ്ങൾ അതെങ്ങനെയാണ് അറിഞ്ഞത്? ലിയോ കുടുംബത്തിൽ നിന്ന് മാർക്ക് ഹോട്ടലിലേക്ക് മടങ്ങി എത്തുമ്പോഴേക്കും ആ കോൾ വന്നതുകൊണ്ടാണ് മാർക്ക് അങ്ങനെ ചോദിച്ചത്. അത് കേട്ടതും എഡ്ബർഗ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾ എതിരാളികളല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന എല്ലാ കാര്യവും ഞാൻ അറിയും. അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ ചോർത്താനായി രണ്ടുപേർക്കും ചാരന്മാരുണ്ടെന്ന് ചുരുക്കം. എഡ്ബർഗ് മാർക്കിനെ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. സൗത്ത് സിറ്റിയിലെ ഏറ്റവും പ്രമുഖ കുടുംബമാണല്ലോ ലിയോ കുടുംബം. ആ കുടുംബമാണ് തറ പറ്റിയിരിക്കുന്നത്. ഇത് ഒരു അവസരമാക്കി എടുത്ത് മാർക്ക് സൗത്ത് സിറ്റിയിൽ സ്വാധീനം ഉറപ്പിക്കണമെന്നാണ് എഡ്ബർഗിന്റെ അഭിപ്രായം. അത് കേട്ടതും മാർക്ക് എഡ്ബർഗിനോട് പറഞ്ഞു, എഡ്ബർഗ്, ഞാൻ ഈ സൗത്ത് സിറ്റി ലക്ഷ്യമിടുന്ന ആളൊന്നുമല്ല. മാർക്ക്, എന്താ അങ്ങനെ പറയുന്നത്? സൗത്ത് സിറ്റി അത്ര മോശമാണോ? അതുകൊണ്ടൊന്നുമല്ല എഡ്ബർഗ്, എന്റെ ലക്ഷ്യം അങ്ങ് ന്യൂ സെലസ്റ്ററാണ്. ന്യൂ സെലസ്റ്റ് രാജ്യ തലസ്ഥാനമാണ്. അവിടെ ഉള്ളവരൊക്കെയും അതിഭീകരന്മാരാണെന്ന് പറയാം. ശരിക്കും രാജ്യം വിലയ്ക്ക് വാങ്ങാൻ കപ്പാസിറ്റിയുള്ള കുടുംബങ്ങളുടെ ഒരു അക്ഷയഹരിയാണ് ഈ ന്യൂ സെലസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ എത്തി അവർക്ക് മുന്നിൽ തൻ്റെ ആധിപത്യം തെളിയിക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ പ്രോവിൻസായ ചിൽഷെയറിലെ വളരെ ചെറിയൊരു സിറ്റിയായ സൗത്ത് സിറ്റിയിൽ താൻ എന്തെങ്കിലും ആയി എന്ന് പറയുന്നുകൊണ്ട് ഒരു അർത്ഥവുമില്ലെന്ന് മാർക്കിന് അറിയാം. മാർക്ക് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മറുഭാഗത്ത് ഫോണിൽ എഡ്ബർഗ് ആകെ ഞെട്ടി നിൽക്കുകയാണ്. മിഡിൽ സിറ്റി പോലുള്ള ഒരു ചെറിയ പട്ടണത്തിലെ ആരും അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വല്ലാത്ത മോഹം, അങ്ങനെയാണ് അത് കേട്ടപ്പോൾ എഡ്ബർഗിന് തോന്നുന്നതെങ്കിലും എഡ്ബർഗിന് ആ നിമിഷത്തിൽ പക്ഷെ എന്തോ ഒരു പ്രതീക്ഷ തോന്നുകയാണ്. മാർക്ക് ഫെല്ലർക്ക് എന്തൊക്കെയോ കപ്പാസിറ്റി ഉണ്ട്. അവൻ ചിലപ്പോൾ ന്യൂ സെലസ്റ്റിലെ ആ വൻ കുടുംബങ്ങളെ വെല്ലുവിളിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരാളായി ചിലപ്പോൾ വളർന്നേക്കും. അങ്ങനൊരു തോന്നൽ എങ്ങനെയോ പെട്ടെന്ന് എഡ്ബർഗിന്റെ മനസ്സിലേക്ക് വരികയാണ്. എഡ്ബർഗിന്റെ മനസ്സിൽ അങ്ങനെ ആലോചന വരുന്ന ഇതേ സമയത്ത് ന്യൂ സെലസ്റ്റിൽ ശരിക്കും വിശാലമായ ഒരു പൂന്തോട്ടത്തിൽ സാക്ഷാൽ എമിലി ബ്ലാക്ക് അവളുടെ കയ്യിലെ നോട്ട്ബുക്കിൽ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കൗതുകപൂർവ്വം ശരിക്കും ആ ചിത്രത്തിൽ തന്നെ ശ്രദ്ധ മുഴുവൻ കൊടുത്തുകൊണ്ട് അവൾ ആ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഗ്രാൻഡ് പാ ഗ്രിഗറി ബ്ലാക്ക് അങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. ഗ്രിഗറി ബ്ലാക്ക് വളരെ അടുത്തെത്തിയപ്പോഴാണ് സത്യത്തിൽ എമിലി ഗ്രിഗറിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. തൻ്റെ അടുത്തേക്ക് ആരോ വരുന്ന ശബ്ദം കേട്ടത് എമിലി ആ നോട്ട്ബുക്ക് അങ്ങ് അടച്ചു. അവൾ നോട്ട്ബുക്ക് അടച്ച് മുഖം ഉയർത്തുമ്പോൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ഗ്രാൻഡ് പയാണ് അവൾ കാണുന്നത്. ഗ്രാൻഡ് പാ, എന്താ ഇത്? ശബ്ദമുണ്ടാക്കാൻ എന്തിനാ വന്നേ? എമിലി, സോറി, പക്ഷേ ഞാൻ ശബ്ദമുണ്ടാക്കാതെ വന്നതുകൊണ്ട് എനിക്ക് ഒരു കാര്യം കാണാൻ പറ്റി. ഗ്രാൻഡ് പാ, എന്താ കണ്ടേ? എമിലി, നീ ആ മാർക്കിന്റെ പടം വരച്ചത് ഞാൻ കണ്ടു. അങ്ങനെ ഗ്രാൻഡ് പാ അവളോട് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഒരു നാണം അങ്ങനെ വിരിഞ്ഞു വരികയാണ്. ഈ ഗ്രാൻഡ് പയെ കൊണ്ട് തോറ്റു. ഗ്രാൻഡ് പാ, ഇത് ആരോട് പറയരുതേ. എമിലി, നീ മാർക്കിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടോ? ഗ്രാൻഡ് പാ, ഞാൻ സൗത്ത് സിറ്റിയിൽ നിന്ന് മടങ്ങുമ്പോൾ മാർക്ക് അവിടെ ആ ലിയോ കുടുംബമായി ഒന്ന് ഉരസിയിട്ടുണ്ടായിരുന്നു. എമിലി അങ്ങനെ പറഞ്ഞപ്പോൾ ഗ്രിഗറി എമിലിയോട് ചോദിച്ചു, എമിലി, ആ സാഹചര്യത്തിൽ മാർക്ക് എന്ത് ചെയ്യുമെന്നാണ് നീ കരുതുക? അത് കേട്ടപ്പോൾ എമിലി ഒന്ന് ആലോചിച്ചു. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം എമിലി അവളുടെ ഗ്രാൻഡ് പായോട് പറഞ്ഞു, ഗ്രാൻഡ് പാ, എനിക്ക് തോന്നുന്നത് ആ ലിയോ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ മാർക്ക് നമ്മളുടെ പേര് ഉപയോഗിച്ചു കാണുമെന്നാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ ആളാണ് മാർക്ക് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലിയോ കുടുംബം മാർക്കിനെ തൊടാൻ ഒന്ന് അറയ്ക്കും. അക്കാര്യം എമിലിക്ക് അറിയാം. എമിലി അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞതും ഗ്രിഗറി ബ്ലാക്ക് ഒന്ന് ചിരിച്ചു. എമിലി, ഞാനും അങ്ങനെ കരുതിയത്, പക്ഷേ അതല്ല സംഭവിച്ചത്. ഗ്രാൻഡ് പാ, മാർക്കിന് എന്തെങ്കിലും സംഭവിച്ചോ? മാർക്കിനൊന്നും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ മാർക്കിന് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കൂ? മാർക്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്നെ വെറുതെ വിടുമോ? മാർക്ക് ഫെല്ലർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ സ്വാഭാവികമായിട്ടും മാർക്കിന്റെ പിന്നിൽ ബ്ലാക്ക് കുടുംബത്തിന്റെ ആളുകൾ ഉണ്ടെന്ന് ഗ്രിഗറി ബ്ലാക്ക് എമിലിയെ ഓർമ്മിപ്പിച്ചതാണ്. എമിലി, അത് വിട്, അതൊന്നുമല്ല കാര്യം. സത്യത്തിൽ എന്താ സംഭവിച്ചത് നിനക്ക് അറിയാവോ? ഇല്ല ഗ്രാൻഡ് പാ, ഞാനൊന്നും കേട്ടില്ല.
എമിലി, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആ ലിയോ കുടുംബത്തിൽ മാർക്ക് പോയിരുന്നു. ഗ്രാൻഡ്പ, അവിടെ ലിയോ ഷൈനും ആ ഗോൾഡിയൊക്കെ ഇല്ലേ, അവർ മാർക്കിനേക്കാൾ വളരെ ശക്തരല്ലേ? മാർക്ക് ഫെല്ലർക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്നതിനെ കുറിച്ച് എമിലി ബ്ലാക്കിന് വ്യക്തമായ ഒരു ധാരണയുണ്ട്. മാർക്ക് ഫെല്ലറെ അപേക്ഷിച്ച് വളരെ മുകളിലാണ് ലിയോ ഷൈനും അവരുടെ ആ ബോഡി ഗാർഡ് ഗോൾഡിയും. ആ ധാരണ മനസ്സിലുള്ള എമിലി ബ്ലാക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഗ്രിഗറിയോട് പറഞ്ഞു, ഗ്രാൻഡ്പ, ആ ഗോൾഡി യഥാർത്ഥത്തിൽ ഒരു പാസ്റ്റ് മാസ്റ്ററാണ്. മാർക്ക് ഒരു ഇന്ത്യൻ നോളജ് മാസ്റ്ററിൽ നിന്ന് ഹാൻഡ്സ് മാസ്റ്ററിലേക്ക് കടന്നു കാണും എന്നൊരു പ്രതീക്ഷ എമിലിക്കുണ്ട്. പക്ഷേ ഹാൻഡ്സ് മാസ്റ്റർ ലെവലിലെ 9 ലെവലും കഴിഞ്ഞ് പാസ്റ്റ് മാസ്റ്റർ ലെവലിൽ എത്തി നിൽക്കുന്ന ആളാണ് ലിയോ കുടുംബത്തിന്റെ ബോഡി ഗാർഡ് ഗോൾഡി എന്ന് എമിലിക്ക് അറിയാം. അത് ഓർത്തെടുത്ത എമിലി അക്കാര്യം ഗ്രിഗറിയോട് പറഞ്ഞതും ഗ്രിഗറി എമിലിയോട് പറഞ്ഞു, എമിലി, അതല്ലേ തമാശ. ആ ഗോൾഡിയുടെ സാന്നിധ്യത്തിൽ തന്നെ ലിയോ കുടുംബം മാർക്കിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. മാർക്കിന് മുന്നിൽ ആ കുടുംബം അടിയറ പറഞ്ഞു. ശരിക്കും അവിശ്വസനീയമായ ഒരു വാർത്തയാണ് എമിലി ബ്ലാക്ക് കേട്ടത്. പക്ഷെ ആ നിമിഷത്തിൽ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ഗ്രാൻഡ്പയോട് പറഞ്ഞു, ഗ്രാൻഡ്പ, ഹീസ് മൈ മാൻ. എനിക്കറിയാം അവൻ എന്നെ നിരാശപ്പെടുത്തില്ല. എമിലി ബ്ലാക്ക് പറഞ്ഞ ആ വാചകം ഒരു വല്ലാത്ത വാചകമാണ്. ഹീസ് മൈ മാൻ. അവളുടെ ആളാണ് മാർക്ക് ഫെല്ലർ. അതുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലർ ഒരു കാരണവശാലും അവളെ നിരാശപ്പെടുത്തില്ല. അത് കേട്ടപ്പം ഗ്രിഗറി ബ്ലാക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, അത് തന്നെയാണ് എന്റെയും പ്രതീക്ഷ. നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മാർക്ക് വളരണം. അങ്ങനെ എമിലിയോട് ഗ്രിഗറി പറഞ്ഞപ്പോൾ എമിലി അല്പനേരം നിശബ്ദയായി ഒന്ന് നിന്നു പോവുകയാണ്. അവൾ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയ ഗ്രിഗറി അവളോട് പറഞ്ഞു, എമിലി, നീ ആലോചിക്കുന്നത് ചിൽഷെയറിലെ മറ്റു പ്രമുഖ കുടുംബങ്ങളെ കുറിച്ചല്ലേ? ഗ്രാൻഡ്പ, അതാ ഞാനും ആലോചിക്കുന്നത്. മാർക്ക് അവരുമായിട്ട് എങ്ങനെ കയറി ഉടക്കൂ? അങ്ങനെ ഉടക്കിയാൽ മാർക്കിന് പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ. രാജ്യ തലസ്ഥാനമായ ന്യൂ സെലസ്റ്ററിനെ അപേക്ഷിച്ച് ചിൽഷെയർ ചെറിയ സ്ഥലമാണെങ്കിലും ചിൽഷെയറിൽ ഒരുപാട് പ്രമുഖ കുടുംബങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ശക്തിയുമുണ്ട്. ആ ശക്തി മാർക്കിന്റെ ശക്തി അപേക്ഷിച്ച് വളരെ വളരെ ഉയരെയാണ്. അക്കാര്യം എമിലിക്ക് നന്നായിട്ട് അറിയാം. എമിലി ആ കാര്യം സൂചിപ്പിച്ചതും ഗ്രിഗറി എമിലിയോട് പറഞ്ഞു, എമിലി, എന്തായാലും ഞാൻ ഒരു കാര്യം നിനക്ക് ഉറപ്പ് തരാം. മാർക്കിന്റെ ജീവന് ആപത്തൊന്നും വരില്ല. മാർക്കിന്റെ ജീവന് എപ്പോഴെങ്കിലും ആപത്ത് വരുമ്പോൾ ഇടപെടാൻ ബ്ലാക്ക് കുടുംബത്തിന്റെ കമാൻഡോസ് മാർക്കിന് പിന്നിലുണ്ടെന്നാണ് ഗ്രിഗറി ബ്ലാക്ക് എമിലിയോട് സൂചിപ്പിച്ചത്. അങ്ങനെ ഗ്രിഗറി പറഞ്ഞതും എമിലിക്ക് ഒത്തിരി സന്തോഷമായി. എമിലി സന്തോഷത്തോടെ ഗ്രിഗറിയോട് പറഞ്ഞു, ഗ്രാൻഡ്പ, താങ്ക് യു. എമിലി, അതല്ല കാര്യം. നമ്മൾ മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉണ്ടെന്നുള്ള കാര്യം മാർക്ക് ഒരിക്കലും അറിയാൻ പാടില്ല. പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല എന്ന് തോന്നുന്ന സ്ഥലത്തു നിന്നാണ് ഒരാൾ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വളരുക. മാർക്ക് വളരേണ്ടത് അവന്റെ ശക്തിയിലാണ്. അവന് നമ്മുടെ സപ്പോർട്ട് ഉണ്ടെന്ന് ഒരു തോന്നലും അവനുണ്ടാവാൻ പാടില്ല. നേരത്തെ ലിയോ ഷൈന്റെ പിതാവ് ലിയോ ഗാർഷ്യ മാർക്കിനെ ബ്ലാക്ക് കുടുംബം പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് തിരക്കിയപ്പോൾ മനഃപൂർവ്വം ഗ്രിഗറി ആ ന്യൂസ് പുറത്തുവിട്ടതാണ്. മാർക്കിന് ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ല എന്ന ന്യൂസ് ബോധപൂർവം ഗ്രിഗറിയാണ് പ്രചരിപ്പിച്ചത്. അതുകൊണ്ടാണ് ലിയോ കുടുംബത്തിന്റെ ഗാർഷ്യ ധൈര്യപൂർവ്വം മാർക്കിനെ എതിരാൻ തയ്യാറായത്. അതുപോലുള്ള ആളുകളെ എതിരിട്ട് മാത്രമേ മാർക്കിനെ വളരാൻ പറ്റൂ. അക്കാര്യം ഗ്രിഗറിക്ക് നന്നായിട്ട് അറിയാം. ഗ്രിഗറിയും എമിലിയും മാർക്കിനെ കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്ന അതേ സമയത്ത് മാർക്കും നീലും അവരുടെ കാറിൽ വീണ്ടും മിഡിൽ സിറ്റിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ മിഡിൽ സിറ്റിയിലേക്ക് മടങ്ങി വരുന്നത്. അവരുടെ വാഹനം മിഡിൽ സിറ്റിയിൽ എത്താറായപ്പോൾ ഏകദേശം സന്ധ്യയായി. മിഡിൽ സിറ്റി ടൗണിലേക്ക് ആ വാഹനം കയറുമ്പോൾ ശരിക്കും അസാധാരണമായ ചില കാഴ്ചകൾ നീലും മാർക്കും ഒരുപോലെ കാണുന്നുണ്ട്. സൈനിക വാഹനങ്ങളുടെ സാന്നിധ്യമാണ് അവർ കാണുന്നത്. മിഡിൽ സിറ്റി വളരെ ചെറിയൊരു ടൗണാണ്. ആ ടൗണിലേക്ക് സാധാരണ സൈന്യത്തിന്റെ വാഹനം വരാറുള്ളതല്ല. സൈന്യവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഒന്നും തന്നെയും മിഡിൽ സിറ്റിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ സൈനിക വാഹനങ്ങളെ നിരത്തിൽ കണ്ടപ്പോൾ ഒരു കൗതുകം മാർക്കിനും അതുപോലെ നീലിനും ഉണ്ട്. അനവധി സൈനിക വാഹനങ്ങളെ റോഡിൽ കണ്ടപ്പോൾ നീൽ മാർക്കിനോട് ചോദിക്കുകയും ചെയ്തു, മാർക്ക്, എന്തിനായിരിക്കാം ഈ വാഹനങ്ങളൊക്കെ ഇവിടെ മിഡിൽ സിറ്റിയിലേക്ക് വരുന്നത്? മിഡിൽ സിറ്റിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്ന വ്യക്തിയാണ് മാർക്ക്. മാർക്ക് ആദ്യമായിട്ടാണ് അത്രയും സൈനിക വാഹനങ്ങൾ അവിടെ കാണുന്നത്. നീലിനും മിഡിൽ സിറ്റി നല്ല പരിചയമുണ്ട്. നീൽ പക്ഷേ മിഡിൽ സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത് ചിൽടൗണിൽ നിന്നാണ്. ചിൽഷെയർ പ്രോവിൻസിലെ സൈന്യത്തിന്റെ ആസ്ഥാനം ചിൽടൗണിലാണ്. ചിൽടൗണിൽ വെച്ച് അതുകൊണ്ട് തന്നെ നീല് ഒരുപാട് സൈനിക വാഹനങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവനും ഒരു കൗതുകം ഫീൽ ചെയ്യുന്നുണ്ട്.
ചിൽറ്റോണിൽ നിന്ന് എന്തിനായിരിക്കാം ഈ സൈനിക വാഹനങ്ങൾ ഇവിടെ ഈ മിഡിൽ സിറ്റിയിലേക്ക് വന്നത്? രണ്ടുപേർക്കും അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും കിട്ടിയില്ല. എന്തായാലും അന്നത്തെ ദിവസത്തെ ദീർഘമായ യാത്രയ്ക്ക് ശേഷം സുഖമായി ഉറങ്ങിയ മാർക്ക് നീലും ഒന്നിച്ച് പിറ്റേന്ന് രാവിലെ മാർക്കിന്റെ ഫാക്ടറിയിലെത്തി. ഫാക്ടറിയുടെ ചുമതല ഡോക്ടർ ഫെഡറിക് എങ്ങിനാണ്. ഫാക്ടറിയിൽ വന്ന മാർക്കിനെ കണ്ടപ്പോൾ ഫെഡറിക്കിന് ശരിക്കും സന്തോഷം. ഏയ് മാർക്ക്, ഞാൻ മാർക്കിനെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. മിസ്റ്റർ, എന്താ കാര്യം? ഏയ് മാർക്ക് മറന്നുപോയോ? അടുത്ത ആഴ്ചയാണ് ട്രഡീഷണൽ മെഡിസിനൽ കോൺഫറൻസ്, പാരമ്പര്യ വൈദ്യന്മാരുടെ ചിൽഷെയറിലെ മെഡിക്കൽ കോൺഫറൻസ് അടുത്ത ആഴ്ചയാണ്. ആ മെഡിക്കൽ കോൺഫറൻസിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഡോക്ടർ ഫെഡറിക് എങ് തുടർച്ചയായി ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. ഇപ്രാവശ്യം ഫെഡറിക് എങ്ങിന് പകരം മാർക്കിനെ പങ്കെടുപ്പിക്കാനാണ് എങ് പേപ്പർ കൊടുത്തിരിക്കുന്നത്. ആ മത്സരത്തിന് ആവശ്യമായ എല്ലാ ഡോക്യുമെന്റേഷനും ഫെഡറിക് എങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫെഡറിക് എങ് മാർക്കിനോട് പറഞ്ഞ കാര്യങ്ങൾ മാർക്കിനും ഓർമ്മയുള്ളതാണ്. ആ പാരമ്പര്യ വൈദ്യന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് മത്സരത്തിൽ വിജയിച്ചാൽ അവിടെ നിന്ന് സമ്മാനം ലഭിക്കുന്നുള്ള കാര്യം മാർക്കിന് അറിയാം. ആ സമ്മാനം എങ്ങനെയും നേടണമെന്ന് കരുതിയിട്ടാണ് മാർക്ക് യഥാർത്ഥത്തിൽ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ആ കാര്യത്തെക്കുറിച്ച് ഫെഡറിക് എങ്ങും മാർക്ക് ഫെല്ലറും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ഫോൺ ഒന്ന് ശബ്ദിച്ചു. ഫോണിലെ നമ്പർ യാനിമ സണ്ണിന്റെ ആണ്. അത് കണ്ടതും മാർക്ക് ഫോൺ കട്ട് ചെയ്തു. പക്ഷെ അല്പം കഴിഞ്ഞതും വീണ്ടും ഫോൺ റിംഗ് ചെയ്തു. വീണ്ടും യാനിമ തന്നെയാണ് വിളിക്കുന്നത്. മാർക്ക് ഫോൺ എടുത്തു. ഏയ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ വിളിക്കരുതെന്ന്? മാർക്ക് ദേഷ്യത്തോട് അങ്ങനെ പറഞ്ഞതും യാനിമ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, എനിക്ക് നിന്നെ വിളിക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല വിളിക്കുന്നത്. ഞാൻ വിളിച്ചത് ഗ്രാൻഡ്പയുടെ അവസ്ഥ അറിയിക്കാൻ വേണ്ടിയാണ്. ഗ്രാൻഡ്പ തികച്ചും അത്യസ്തന നിലയിലാണ്. എപ്പോൾ വേണമെങ്കിലും ഗ്രാൻഡ്പ മരണപ്പെടാം. ഗ്രാൻഡ്പയ്ക്ക് നിന്നെ ഒന്ന് കണ്ടാക്കൊള്ളാന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് വിവരം അറിയിച്ചതിന് ശേഷം യാനിമ ഫോൺ കട്ട് ചെയ്തു. സൺ കുടുംബത്തിലെ 3 കൊല്ലത്തെ മാർക്ക് ഫെല്ലറുടെ താമസക്കാലത്ത് മാർക്കിനോട് ഒരു അടുപ്പം സൂക്ഷിച്ചിരുന്ന വ്യക്തി യാനിമയുടെ ഗ്രാൻഡ്പ സെബാസ്റ്റ്യൻ സൺ ആണ്. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ സൺ അത്യാസന്ന നിലയിലാണെന്ന് കേട്ടപ്പോൾ മാർക്കിനെ അദ്ദേഹത്തെ പോയി കാണാൻ ഒരു ആഗ്രഹം. മാർക്ക് നീലോട് പറഞ്ഞു, നീൽ ആ കാറിന്റെ കീങ്ങിത. ഏയ് മാർക്ക്, ഞാൻ കൂടെ വരാം. നീൽ, അത് വേണ്ട, ഞാൻ മാത്രം ചെല്ലാം. മാർക്കിനോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ആ നിമിഷം നീൽ ഇടപെടും. വെറുതെ നീലിന്റെ കൈക്ക് പണിയുണ്ടാക്കേണ്ടത് കരുതിയിട്ടാണ് മാർക്ക് നീലിനെ ഒഴിവാക്കി കാറുമായി സൺ കുടുംബത്തിലേക്ക് തിരിച്ചത്. മാർക്ക് ആ സൺ കുടുംബത്തിന്റെ വസതിക്ക് സമയം എത്തുമ്പോൾ അവിടെ നിരത്തിൽ ഒരുപാട് കാറ് കിടപ്പുണ്ട്. മാർക്ക് ഒരു പരുവത്തിൽ അവന്റെ കാറ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിനു ശേഷം അവരുടെ കുടുംബത്തിലേക്ക് വന്നു. അവിടെ നിറയെ ആളുകളാണ്. ശരിക്കും ഒരു വലിയ ഉത്സവത്തിന്റെ പ്രതീതി അവിടെ ഉണ്ടെന്ന് പറയാം. ആ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ മാർക്കിന് ശരിക്കും ഒരു അത്ഭുതം. മാർക്ക് അമ്പരപ്പോടെ ആ വീടിന് നേരെ നടക്കുന്ന കണ്ടതും ഒരാൾ മാർക്കിനെ പിടിച്ചു നിർത്തി. യാനിമയുടെ അച്ഛനാണ് മാർക്കിനെ പിടിച്ചു നിർത്തിയത്. വെസ്ലി മാർക്കിനെ പിടിച്ചു നിർത്തിയിട്ട് മാർക്കിനോട് ചോദിച്ചു, എടാ നീ എത്ര ഇവിടെ വന്നേ? ഞാൻ ഗ്രാൻഡ്പേ കാണാൻ വന്നതാണ്. ഗ്രാൻഡ്പേ? ആരുടെ ഗ്രാൻഡ്പ? വെസ്ലി ശബ്ദമുയർത്തി അങ്ങനെ ചോദിച്ചതും ചുറ്റുന്ന ആളുകളുടെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ വന്നിരിക്കുന്നതിൽ കുറച്ചു പേർക്കെങ്കിലും മാർക്ക് ഫെല്ലറെ അറിയാം. വെസ്ലിയുടെ മരുമകനായിരുന്ന മാർക്ക് ഫെല്ലർ ആ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞുപോയ കാര്യം അവർക്കൊക്കെ അറിയാം. മാർക്ക് ഫെല്ലറുമായി വെസ്ലിക്ക് കുടുംബത്തിനും അത്ര നല്ല ബന്ധമല്ല ഉള്ളതെന്ന് അവർക്കൊക്കെ അറിയാം. അവരെല്ലാവരും മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കുമ്പോൾ മാർക്ക് വെസ്ലിയോട് പറഞ്ഞു, ഞാൻ ഗ്രാൻഡ്പേ കാണാൻ വന്നതാണ്. നീ ഗ്രാൻഡ്പേ കാണേണ്ട കാര്യമില്ല, നീ എന്തിനാ ഗ്രാൻഡ്പേ കാണുന്നത്? അങ്ങനെ വെസ്ലി ചോദിച്ചതും മാർക്ക് തന്നെ പിടിച്ചിരിക്കുന്ന വെസ്ലിയുടെ കൈ പിടിച്ചിട്ട് വെസ്ലി ഒന്ന് വലിച്ചു മാറ്റി. ശരിക്കും മാർക്ക് ഒന്ന് പിടിച്ചു മാറ്റിയപ്പോൾ വെസ്ലി ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് അറിയാൻ നീങ്ങിപ്പോവുകയാണ്. വലതൊരു ഫോഴ്സിലാണ് വെസ്ലി പുറകോട്ട് മാറ്റപ്പെട്ടത്. അതിൻ്റെതായ ഒരു അമ്പരപ്പ് വെസ്ലിയുടെ മുഖത്തുണ്ട്. വെസ്ലി ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്ക് വെസ്ലിയോട് പറഞ്ഞു, ഞാൻ ഗ്രാൻഡ്പേ കാണാൻ വന്നതാണെങ്കിൽ ഗ്രാൻഡ്പേ കണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് വീടിനകത്തേക്ക് കടന്നു. ശരിക്കും ഒരു സൂചി വീണ കേൾക്കാവുന്ന നിശബ്ദത പെട്ടെന്ന് ആ ഹാളിലുണ്ടായി. മാർക്ക് ഫെല്ലർ ആ വീടിനകത്തേക്ക് അടക്കുമ്പോൾ ആ കാഴ്ച നിശബ്ദയായി നോക്കി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷാൽ യാനിമയുണ്ട്. യാനിമയുടെ കൺമുന്നിൽ വെച്ചാണ് അവളുടെ പുതിയ ഭർത്താവായിരുന്ന കഴ്സൺ റോജേഴ്സിനെ മാർക്ക് ഒറ്റയിടിക്ക് കൊല്ലുന്നത്. അതോടൊപ്പം കഴ്സനെ കൊല്ലാൻ വന്ന ഒരു അസാസിനെയും മാർക്ക് കൊലപ്പെടുത്തിയ രംഗം ഇപ്പോഴും യാനിമയുടെ കൺമുന്നിൽ തന്നെയുണ്ട്. കഴ്സൺ കൊല്ലപ്പെട്ട കാര്യം യാനിമ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. യാനിമയുടെ ആ മുറിയിൽ നിന്ന് ബ്ലാക്ക് കുടുംബത്തിന്റെ ആളുകൾ ആ 2 ബോഡിയും എടുത്തു മാറ്റുകയായിരുന്നു. കഴ്സനെ കുറിച്ച് ഒരു വിവരവുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. യാനിമയുടെ ഭർത്താവായ കഴ്സൺ
എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. അവൾ കണ്ട കാര്യം അവൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവളെ കൊന്നുകളയുമെന്ന് മാർക്ക് അവളോട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവൾ കണ്ട കാര്യം ആരോടും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിപ്പോകുന്ന മാർക്കിനെ നിശബ്ദയായി നോക്കി നിൽക്കാനേ യാനമയ്ക്ക് പറ്റുമായിരുന്നു. സാധാരണഗതിയിൽ ഈ സാഹചര്യത്തിൽ മാർക്കിനോട് തട്ടിക്കയറാറുള്ള ആളാണ് യാനിമ. യാനിമ നിശബ്ദയായി നിൽക്കുന്ന കണ്ടപ്പോൾ റീത്തയും അതുപോലെ വെസ്ലിയും പിന്നെ ആ വിഷയം എടുത്തില്ല. മാർക്ക് ഈ സമയത്ത് നടന്ന് ഗ്രാൻഡ്പയുടെ മുറിയിലെത്തി. കട്ടിലിൽ കിടക്കുന്ന സെബാസ്റ്റ്യന്റെ അടുത്തിരുന്ന മാർക്ക് അവന്റെ കൈ സെബാസ്റ്റ്യന്റെ നെറ്റിയിലേക്ക് വെച്ചു. മാർക്കിന്റെ കയ്യിലെ ചൂട് സെബാസ്റ്റ്യന്റെ നെറ്റിയിലേക്ക് പടർന്നു തുടങ്ങിയതും സെബാസ്റ്റ്യൻ കണ്ണു തുറന്നു. മാർക്കിനെ കണ്ടപ്പോൾ സെബാസ്റ്റ്യൻ ശരിക്കും സന്തോഷം. ഏയ് മാർക്ക്, നീ വന്നു, നിന്നെ കാണണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സെബാസ്റ്റ്യൻ പറയുമ്പോൾ അയാളുടെ ശബ്ദം ശരിക്കും വിറയ്ക്കുന്നുണ്ട്. മാർക്ക് സെബാസ്റ്റ്യന്റെ നെറ്റിയിലേക്ക് വെച്ച കൈയിലൂടെ അവന്റെ ശരീരത്തിൽ നിന്ന് സ്പിരിച്വൽ എനർജി പതുക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മാർക്ക് ആ ശ്രമം നടത്തുമ്പോൾ സെബാസ്റ്റ്യന്റെ ശരീരം അത് ഏറ്റുവാങ്ങുന്നില്ല. സെബാസ്റ്റ്യന്റെ ശരീരം ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പെട്ടെന്ന് മാർക്കിന് തോന്നലുണ്ടായതും സെബാസ്റ്റ്യൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വെറുതെ നിന്റെ ശക്തി കളയണ്ട, എനിക്ക് ഇനി അധികം ആയുസ്സൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കിന്റെ കൈ അങ്ങ് പിടിച്ചു. മാർക്കിന്റെ കൈ അയാളുടെ രണ്ട് കൈ കൊണ്ട് ചേർത്ത് പിടിക്കുകയാണ്. അതിനുശേഷം സെബാസ്റ്റ്യൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കറിയാം നിന്നോട് ഈ കുടുംബം ശരിക്കും മോശമായിട്ടാണ് പെരുമാറുന്നത്. മാർക്ക്, നീ അത് മനസ്സിൽ വെക്കരുത്. നീ ഒരു കാരണവശാലും ഇവരെ ഉപദ്രവിക്കില്ല എന്ന് എനിക്കൊരു വാക്ക് തരണം. മാർക്ക് ഫെല്ലർ നാളെ സകലരും അറിയുന്ന ഒരു വ്യക്തിയാകുമെന്ന് സെബാസ്റ്റ്യന് നല്ല ഉറപ്പാണ്. സെബാസ്റ്റ്യനോട് ഒരു ജോൾസ്യൻ അക്കാര്യം പറഞ്ഞതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ യഥാർത്ഥത്തിൽ അയാളുടെ ചെറുമകളായ യാനുവെ കൊണ്ട് മാർക്കിനെ വിവാഹം കഴിപ്പിച്ചത്. ആ ജ്യോതിഷിയെ ശരിക്കും സെബാസ്റ്റ്യന് വലിയ വിശ്വാസമാണ്. മാർക്ക് ഉറപ്പായും ലോകമറിയുന്ന ഒരാളായി മാറുമെന്ന് സെബാസ്റ്റ്യൻ ആ നിമിഷത്തിൽ വിശ്വസിക്കുകയാണ്. മാർക്ക് വലിയ സംഭവമായി മാറുമ്പോൾ മാർക്ക് ഒന്ന് വിരൽ ഞൊടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സൺ കുടുംബം. അക്കാര്യം സൺ കുടുംബത്തിന്റെ സൃഷ്ടാവായ സെബാസ്റ്റ്യൻ സണ്ണിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ ആ അവസാന നിമിഷത്തിലും മാർക്കിനോട് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് സെബാസ്റ്റ്യനോട് പറഞ്ഞു, ഗ്രാൻഡ്പ, എന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ കാര്യത്തിൽ ഇടപെടില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ മുഖത്ത് ഒരു പുഞ്ചിരി പതുക്കെ വിരിയുകയാണ്. സെബാസ്റ്റ്യൻ പുഞ്ചിരിയോട് കൂടി മാർക്കിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മാർക്കിന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്ക് പുഞ്ചിരിയോട് കൂടി സെബാസ്റ്റ്യനെ അങ്ങനെ നോക്കുമ്പോൾ മാർക്കിന് പെട്ടെന്ന് തൻ്റെ കയ്യിൽ ഒരു ചൂട് വ്യത്യാസം അനുഭവപ്പെടുകയാണ്. അത് മനസ്സിലാക്കിയ മാർക്ക് സെബാസ്റ്റ്യനെ കയ്യിലൊന്ന് പിടിച്ചു. ശരിക്കും ആ കയ്യിലെ പൾസ് നിന്നിരിക്കുന്നു. മാർക്ക് അമ്പരപ്പോടെ സെബാസ്റ്റ്യൻ ശ്വാസം ഉണ്ടോ നോക്കിയപ്പോൾ ശ്വാസം നിലച്ചിരിക്കുന്നു. മാർക്കിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ ഈ ലോകത്തുനിന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. മാർക്ക് അല്പനേരം സെബാസ്റ്റ്യൻ തന്നെ നോക്കി അങ്ങനെയേയിരുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞിട്ടാണ് മാർക്ക് അവിടെ നിന്ന് എണീറ്റ് പുറത്തെ ഹാളിലേക്ക് വരുന്നത്. മാർക്ക് പുറത്തെ ഹാളിലോട്ട് വരുമ്പോൾ അവിടെ ശരിക്കും കളിയും ചിരിയൊക്കെയാണ്. വെസ്ലിയുടെ സഹോദരൻ തോമസ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വെസ്ലിയോട് സംസാരിക്കുന്നതാണ് മാർക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത്. അയാൾ ശരിക്കും സന്തോഷത്തിലാണ്. ഹേയ് വെസ്ലി, നമ്മൾ ഇങ്ങനെ കൂടിയിട്ട് എത്ര നാളായി. അതേ ഡയലോഗ് തന്നെയാണ് അവിടെയുള്ള എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ശരിക്കും പൊട്ടിച്ചിരിക്കുന്ന അവരുടെയൊക്കെ കയ്യിൽ വൈൻ ഗ്ലാസുകളുമുണ്ട്. നല്ലൊരു പാർട്ടി അവിടെ നടക്കുകയാണെന്ന് അർത്ഥം. അത് കണ്ട് മാർക്ക് അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഉറക്കെയുള്ള മാർക്കിന്റെ ആ ചോദ്യം കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ മാർക്കിലേക്ക് തിരിഞ്ഞു. മാർക്ക് എല്ലാവരും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഗ്രാൻഡ്പ മരിച്ചു. ഗ്രാൻഡ്പ മരിച്ചു എന്ന് കേട്ടപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ ഭയങ്കര ആശ്വാസമായതുപോലെ ആരോ ഇടയ്ക്കെന്ന് പറയുകയും ചെയ്തു, ആ നന്നായി. ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു സങ്കടം ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷേ ആ ആൾക്കൂട്ടത്തിന് അതൊരു വലിയ സന്തോഷമായി മാറി. ഞാൻ കരുതിയത് ഇനിയും കുറേ ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരുമെന്നാണ്. സെബാസ്റ്റ്യൻ സണ്ണിന്റെ മരണവിവരം അറിഞ്ഞപ്പോൾ അതൊരു വലിയ ആഘോഷമാക്കി മാറ്റാനാണ് അവരുടെ ആലോചന. അത് കേട്ടതും മാർക്ക് വെസ്ലിയോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ വെസ്ലി, നിങ്ങളുടെ അച്ഛനല്ലേ മരിച്ചു കിടക്കുന്നത്? അദ്ദേഹത്തിന് മരണാനന്തര ചടങ്ങുകൾ നടത്താൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? നിങ്ങൾ എന്ത് മനുഷ്യനാണിത്? ഇങ്ങനെയാണോ നിങ്ങളൊക്കെ പെരുമാറേണ്ടത്? വലിയ സൺ കുടുംബമാണ് അത്രേ, സൺ കുടുംബം. മാർക്ക് ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞതും
വെസ്ലിയും റീത്തയും യാനിമയും അകത്തേക്ക് ഓടി. തൊട്ടുപുറകെ തോമസും മറ്റാളുകളും. ശരിക്കും അകത്ത് ആ വീട്ടിൻ്റെ കാരണവർ മരിച്ചു കിടക്കുമ്പോൾ പുറത്ത് വൈൻ ഗ്ലാസുമായി ആഹ്ലാദ നൃത്തം ചവിട്ടിയ അവർ ചെയ്ത കാര്യം ശരിയല്ല എന്നൊരു തോന്നൽ ആ ഗ്രൂപ്പിന്റെ ഭാഗമായ പലർക്കും ഉണ്ടായി. അതിന് ഫലമുണ്ടായി. അവരൊക്കെ അവരുടെ കയ്യിലെ ഗ്ലാസ് പതുക്കെ മേശപ്പുറത്തേക്ക് വെച്ചു. മാർക്ക് അവരെയൊക്കെ നോക്കിയിട്ട് അല്പം മാറി ഒരു കസേരയിൽ വന്നിരുന്നു. അവൻ ആ കസേരയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടന്നു വരികയാണ്. ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നുപോയ 3 വർഷങ്ങളാണ് അവൻ്റെ ആ കുടുംബത്തിലെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്തൊക്കെയും അവനോട് വളരെ ആത്മാർത്ഥമായി അടുപ്പത്തോടെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന ഏക വ്യക്തി ആ മരണപ്പെട്ട സെബാസ്റ്റ്യൻ സണ്ണാണ്. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് മാർക്ക് എങ്ങനെ ഇരിക്കുമ്പോൾ അകത്തു നിന്ന് റീത്തയും യാനിമയും തോമസും വെസ്ലിയും ഒക്കെ പുറത്തേക്ക് മടങ്ങിയെത്തി. പതുക്കെ അവരുടെ ആ സങ്കടം മാറുകയും വീണ്ടും പഴയതുപോലെ സംഭാഷണം ആരംഭിക്കുകയും ചെയ്തു. സമയം ഇങ്ങനെ അതിവേഗം കടന്നു പോവുകയാണ്. സെബാസ്റ്റ്യൻ സണ്ണിന്റെ ബോഡി കൊണ്ടുപോകാനുള്ള വാഹനത്തിനെ വിളിച്ച് വെസ്ലി ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ശവം സംസ്കരിക്കുന്ന സ്ഥലത്തു നിന്നുള്ള വണ്ടി വരാൻ വേണ്ടി അവരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പട്ടാള വാഹനം അവിടെ എത്തിയത്. ഒരു ജീപ്പാണ്. ആ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ വ്യക്തി പട്ടാള യൂണിഫോമിൽ തന്നെയാണ്. ആ ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ടാണ് സൺ കുടുംബത്തിനകത്തേക്ക് കടന്നു വരുന്നത്. അകത്ത് സെബാസ്റ്റ്യന്റെ ആ ബോഡി അങ്ങനെ കിടക്കുകയാണ്. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ആ പട്ടാള വേഷധാരിയെ കണ്ടതും തോമസ് ഓടി മുന്നോട്ട് വന്നു. ഏയ് ലാവലിൻ, നീ എങ്ങനെ ഇവിടെ എത്തി? തോമസിന്റെ ആ ചോദ്യം കേട്ടതും ലാവലിൻ അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനേ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ മിഡിൽ സിറ്റിയിലേക്ക് വന്നതാണ്. ഏയ് ലാവലിൻ, എന്ത് മിഷൻ? അച്ഛാ, അത് കുറച്ച് രഹസ്യമാണ്. ഏയ് ലാവലിൻ, നമ്മൾ കുടുംബക്കാർ മാത്രമല്ലേ ഉള്ളൂ, നമ്മളോട് പറയാൻ പറ്റാത്ത എന്ത് രഹസ്യമാണ് നിനക്കുള്ളത്? അങ്ങനെ അവന്റെ അച്ഛൻ തോമസ് പറഞ്ഞതും ലാവലിൻ ചിരിച്ചുകൊണ്ട് ഒരു കസേരയിലിരുന്നു. എല്ലാ ആളുകളും ലാവലിന് ചുറ്റും നിൽക്കുകയാണ്. എല്ലാവരും കൗതുകപൂർവ്വം ലാവലിനെ നോക്കുന്നുണ്ട്. അച്ഛാ, ഇത് കണ്ട എനിക്ക് 3 സ്റ്റാർ ആയി. സൈന്യത്തിലെ 3 സ്റ്റാർ പദവിയിൽ അവൻ എത്തിയിരിക്കുന്നതിന്റെ സന്തോഷം അവന് മുഖത്തുണ്ട്. അത് കണ്ടപ്പോൾ തോമസിനൊപ്പം വെസ്ലിക്കും റീത്തയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷം. അതെ, നമ്മുടെ കുടുംബത്തിന് ഇപ്പൊ പറയാൻ കൊള്ളുന്ന ഒരാളായി. അങ്ങനെ അവൻ സന്തോഷത്തോട് പറയുമ്പോൾ ലാവലിൻ അവരോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ഡെപ്യൂട്ടി ചീഫ് പ്രൊവിൻഷ്യൽ ക്യാപിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ചിൽഷെയർ പ്രോവിൻസിന്റെ ക്യാപിറ്റൽ ചിൽടൗൺ ആണ്. ചിൽടൗണിൽ നിന്ന് ആർമിയുടെ ഡെപ്യൂട്ടി ചീഫ് ഇവിടെ ഇതാ മിഡിൽ സിറ്റിയിൽ എത്തിയിരിക്കുന്നു. തലേ ദിവസം മാർക്കും നീലും കൂടി സൗത്ത് സിറ്റിയിൽ നിന്ന് മിഡിൽ സിറ്റിയിലേക്ക് വരുമ്പോൾ അവർ കണ്ട പട്ടാള വാഹനങ്ങളുടെ കാരണം ഇപ്പോഴാണ് മാർക്കിന് മനസ്സിലായത്. മാർക്കിന് ലാവലിൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാം. ലാവലിൻ അവൻ്റെ അച്ഛനോടും വലിയച്ഛനോടൊക്കെയായി പറഞ്ഞു, അച്ഛാ, ഈ ഡെപ്യൂട്ടി ചീഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ടാണ് ഇവിടെ മിഡിൽ സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. ഏയ് ലാവലിൻ, എന്ത് പ്രധാനപ്പെട്ട ദൗത്യമാണ് അദ്ദേഹത്തിനുള്ളത്? അച്ഛാ, അത് ശരിക്കും രഹസ്യമാണ്. ഇവിടെ ഈ മിഡിൽ സിറ്റിയിൽ നിന്ന് ഒരാളെ ചിൽഷറിലെ മിലിറ്ററി ഡിസ്ട്രിക്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. റിപ്പബ്ലിക് പൈറോയിൽ ആർമി ക്യാമ്പുകളെ വിളിക്കുക മിലിറ്ററി ഡിസ്ട്രിക്റ്റ് എന്നാണ്. ഒരു വൻ ഏരിയ ആയിരിക്കും ആ മിലിറ്ററി ഡിസ്ട്രിക്റ്റ് ഉണ്ടാവുക. ആ മിലിറ്ററി ഡിസ്ട്രിക്റ്റിൽ അംഗമാകാനായി ഒരാളെ ക്ഷണിക്കാൻ ഡെപ്യൂട്ടി ചീഫ് തന്നെ നേരിട്ട് വന്നിരിക്കുന്നു കേട്ടപ്പോൾ ഒരു വല്ലാത്ത അത്ഭുതം അത് കേട്ട് എല്ലാവർക്കും ഉണ്ടായി. ഹേയ്, ഇത് അസംഭവ്യമാണല്ലോ. സാധാരണ ആർമിയിൽ ജോയിൻ ചെയ്യാനായി അപേക്ഷ അയക്കുന്ന ആളുകളെ ഇന്റർവ്യൂ ടെസ്റ്റൊക്കെ നടത്തിയില്ലേ എടുക്കുക. ഇത് ഒരാളെ റിക്രൂട്ട് ചെയ്യാനായി ഡെപ്യൂട്ടി ചീഫിന് നേരിട്ട് വരുന്നു. എന്താ കഥ? ആരാ കക്ഷി? അങ്കിൾ, ആരാണ് കക്ഷി എന്നൊന്നും എനിക്കറിയത്തില്ല. അയാൾ ശരിക്കും ഒരു പ്രമുഖനാണെന്ന് മാത്രമേ എനിക്കറിയാവൂ. അയാളെ റിക്രൂട്ട് ചെയ്യാനായി റെക്കമെൻഡ് ചെയ്തത് മുൻ ആർമി ചീഫ് റിച്ചാർഡ് വൂ ആണ്. നേരത്തെ ചിൽഷെയർ പ്രോവിൻസിന്റെ തലവനായിരുന്ന കക്ഷിയാണ് റിച്ചാർഡ് വൂ. അദ്ദേഹം ഒരാളെ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ റെക്കമെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയെ കണ്ട് അയാളെ ആർമിയിലേക്ക് ചേരാൻ ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഡെപ്യൂട്ടി ചീഫിന്റെ വരവിന്റെ അടിസ്ഥാനം. കഥ ലാവലിൻ പറഞ്ഞപ്പോൾ അത് കേട്ട എല്ലാവർക്കും വല്ലാത്ത അതിശയം തോന്നുകയാണ്. എന്നാലും ആരെ ആയിരിക്കാം ഡെപ്യൂട്ടി ചീഫ് വന്ന് കാണാൻ പോകുന്നത്? അങ്ങനെ അവർ ഓരോരുത്തരും ചോദിക്കുമ്പോഴാണ് ലാവലിന്റെ ശ്രദ്ധ അല്പം മാറിയിരിക്കുന്ന മാർക്ക് ഫെല്ലറിൽ പതിഞ്ഞത്. ലാവലിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഒറ്റയ്ക്കിരിക്കുന്ന മാർക്കിനെ കണ്ടതും ലാവലിൻ എണീറ്റ് മാർക്കിനടുത്തേക്ക് വന്നു.
ഏയ് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? മാർക്കിന്റെ അടുത്തെത്തിയ ലാവ്ലിൻ ആ ചോദ്യം ചോദിച്ചതും മാർക്ക് തല ഉയർത്തി ലാവ്ലിനെ നോക്കി. എന്താ എനിക്കിങ്ങനെ ഇരുന്നൂടെ? ഡോ, ഞാൻ ആരെന്ന് കരുതിയിട്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ ആരാണെങ്കിലും എനിക്കെന്താ? മാർക്കിന്റെ പെട്ടെന്നുള്ള മറുപടി ലാവ്ലിനെ ശരിക്കും അങ്ങ് ദേഷ്യം പിടിപ്പിച്ചു തന്നെ പറയാം. ലാവ്ലിൻ ഇരിക്കുകയായിരുന്ന മാർക്കിന്റെ ഷോൾഡറിലോട്ട് പതുക്കെ കൈയൊന്ന് വെച്ചു. ശരിക്കും അയാൾ മാർക്കിന്റെ പുറത്ത് ബലം കൊടുക്കുകയാണ്. മാർക്കിന്റെ പുറത്ത് ബലം കൊടുത്ത ലാവ്ലിൻ ഒരു നിമിഷം കൊണ്ട് ഒന്ന് ഞെട്ടി. മാർക്കിന്റെ പുറത്തേക്ക് അവൻ കൈ താഴ്ത്തിയപ്പോൾ അവന് ശരിക്കും തിരിച്ച് ഒരു ബലം അനുഭവപ്പെടുകയാണ്. അവൻ അമ്പരപ്പോടെ മാർക്കിനെ നോക്കിയതും മാർക്ക് അവനോട് പറഞ്ഞു, ഏയ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. മാർക്ക് ആ ഡയലോഗ് പറഞ്ഞതും അടുത്ത് നിൽക്കായിരുന്ന വെസ്ലി ലാവ്ലിനോട് പറഞ്ഞു, ലാവ്ലിൻ, നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇത് യാനിമയുടെ മുൻ ഭർത്താവ് മാർക്കാണ്. നിനക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ തുണി അലക്കാനും അതുപോലെ അടുക്കള പണിയൊക്കെ ചെയ്യാനായി ഞങ്ങൾ നിർത്തിയിരുന്ന മാർക്ക് അത് ഇതാണ്. ശരിക്കും യാനിമയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ ലാവ്ലിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ അന്ന് യുദ്ധമുന്നണിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ലാവ്ലിന് മാർക്കിനെ പരിചയം ഉണ്ടായിരുന്നില്ല. വെസ്ലി മാർക്ക് ആരാണെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ലാവ്ലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി. ഓഹോ, ആ കഥാപാത്രം ഇതാണോ? ഞാൻ ആകെ തെറ്റിദ്ധരിച്ചു. ഇവിടെ ഈ വീടൊക്കെ തൂത്തു വൃത്തിയാക്കി അടുക്കളയിൽ പണി ചേരുന്ന അവനാണ് ഇവനല്ലേ? എന്നിട്ടാണോ ഇവൻ ഈ ശൈലി പെരുമാറുന്നത്? ശരിക്കും അങ്ങനെ പറഞ്ഞിട്ട് പുച്ഛത്തോടെ മാർക്കിനെ നോക്കി ലാവ്ലിൻ പറഞ്ഞു, എടോ, നീ പണ്ട് ഈ കുടുംബത്തിലെ ബന്ധുവായിരുന്നു കരുതി ഇനി എന്നോട് വില കാണിക്കാൻ നിന്നാൽ നിന്റെ പല്ല് ഞാൻ അടിച്ചളാക്കും. അങ്ങനെ ലാവ്ലിൻ പറഞ്ഞതും മാർക്ക് ലാവ്ലിനോടായി പറഞ്ഞു, അത് നിന്റെ തോന്നലാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും പുറകെ നിൽക്കുന്ന റീത്ത ലാവ്ലിനോട് പറഞ്ഞു, ലാവ്ലിൻ, അവനോട് ഉടക്കണ്ട. അവനെ കുറിച്ച് തല്ലാനൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട്. മാർക്കിനെ തല്ലാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കേട്ടപ്പോൾ ലാവ്ലിൻ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് മാറി. പക്ഷെ ആ നിമിഷം മുതൽ ലാവ്ലിന് മാർക്കിനോട് ഒരു അസ്വസ്ഥത ഉണ്ട്. ആ ദിവസം പല തരത്തിൽ മാർക്കും ലാവ്ലിനും തമ്മിൽ ഉരസുന്ന സംഭവങ്ങളുണ്ടായി. ഓരോ തവണയും മാർക്കിനെ ചൊടിപ്പിക്കാനായി ലാവ്ലിൻ പല ഡയലോഗ്സും പറയും. ഇതിനിടയിൽ ആ വാഹനമെത്തി സെബാസ്റ്റിന്റെ ബോഡി വാഹനത്തിലേക്ക് കയറ്റി. ആ വാഹനം അവിടെ നിന്ന് മൂവ് തുടങ്ങിയതും മാർക്ക് വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ പോയതും ലാവ്ലിൻ മാർക്കിന്റെ അടുത്തേക്ക് വന്ന് മാർക്കിനോടായി പറഞ്ഞു, നിനക്ക് ഞാൻ ആരെന്ന് അറിയത്തില്ല. ഇവിടെ വെച്ച് നിന്നെ ഒന്നും ചെയ്യേണ്ടെന്ന് കരുതിയാ ഞാൻ നിന്നെ വെറുതെ വിട്ടത്. നീ ഞാൻ ആരെന്ന് അറിയാൻ പോവുകയാണ്. അത് കേട്ടതും മാർക്ക് തിരിഞ്ഞ് അവനും നോക്കിയിട്ട് ഒരു മറുപടി പറയാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും ഒരു വഴക്കുണ്ടാക്കാൻ മാർക്കിന് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് മാർക്ക് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിയത്. മാർക്ക് അവന്റെ കാറിലേക്ക് കയറി സെബാസ്റ്റിന്റെ ബോഡി കൊണ്ടുപോയ വാഹനത്തെ ഫോളോ ചെയ്തു. അന്നത്തെ ചടങ്ങ് കഴിഞ്ഞ് മാർക്ക് വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ ഏകദേശം സന്ധ്യയായിട്ടുണ്ട്. വീടിന് മുന്നിൽ മാർക്കിന്റെ വാഹനം എത്തുമ്പോൾ മാർക്ക് അവിടെ മറ്റൊരു വാഹനം കാണുകയാണ്. ആ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റും കളറും കണ്ട മാർക്കിന് ഒരു അതിശയം. അതൊരു പട്ടാള വാഹനമാണ്. മാർക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ വാഹനത്തിന് ചുറ്റും നിൽക്കുന്ന ആളുകൾ മാർക്ക് നോക്കി ഒന്ന് ചിരിച്ചു. തന്നെ നോക്കി ചിരിക്കുന്ന പട്ടാളക്കാരെ കണ്ട് മാർക്ക് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. മാർക്ക് അവരോട് ചോദിച്ചു, അല്ല, ആരാ നിങ്ങൾ? എന്താ ഇവിടെ? മാർക്ക് ഫെല്ലർ, ഞാൻ കമാൻഡർ ഗാവ്ലിൻ. ഞാൻ ചിൽഷെയറിലെ പ്രൊവിൻഷ്യൽ ക്യാപിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. കമാൻഡർ ഗാവ്ലിൻ അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ മാർക്കിന് ഒന്നും മനസ്സിലായില്ല. എന്നാലും മാർക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല, നിങ്ങളെന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അകത്ത് കയറിയിരിക്കായിരുന്നല്ലോ. അത് കേട്ടത് ഗാവ്ലിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ വീട്ടിൽ കയറും, വീട് അടച്ചിരിക്കല്ലേ. ആ ചെറുപ്പക്കാരൻ ലേശം ദേഷ്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്. ആ ചെറുപ്പക്കാരൻ അങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞപ്പോഴാണ് മാർക്കും ആ കാര്യം ശ്രദ്ധിച്ചത്. അതെ, വീടിന് പുറത്തുള്ള ലൈറ്റ് പോലും തെളിഞ്ഞിട്ടില്ല. വീട്ടിൽ ആളില്ല എന്നൊരു സൂചനയാണ് ആ കാണിക്കുന്നത്. നീൽ ഫ്ലമിംഗ് അപ്പോൾ എവിടെ പോയി? അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാർക്ക് വേഗം നടന്നു ചെന്ന് മാർക്കിന്റെ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നു. മാർക്ക് കമാൻഡർ ഗാവ്ലിനെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തതും കമാൻഡർ ഗാവ്ലിനും മാർക്കിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച ചെറുപ്പക്കാരനും അകത്തേക്ക് കടന്നു. അവർ രണ്ടുപേരും അകത്ത് വരുമ്പോൾ മാർക്ക് അവരെ സ്വീകരിച്ചിരുത്തിയിട്ട് വേഗം തന്നെ ഒരു ചായ ഉണ്ടാക്കി അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ചായ കുടിക്കുന്നിടയിൽ മാർക്ക് അവരോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാ സത്യത്തിൽ എന്നെ അന്വേഷിച്ച് വന്നത്? മാർക്കിന്റെ ചോദ്യം കേട്ടതും കമാൻഡർ ഗാവ്ലിൻ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ഞാൻ നിങ്ങളെ
നമ്മുടെ ചെൽഷ്യറിലെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനാണ് ഇവിടെ വരെ വന്നത്. മിസ്റ്റർ കമാൻഡർ, നിങ്ങൾ എന്താ പറഞ്ഞത്? എന്നെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനോ? അതിന് എനിക്കെന്ത് കഴിവാ ഉള്ളത്? ഞാൻ ഒരു സാധാരണക്കാരനല്ലേ? മാർക്ക് ആ ചോദ്യം ചോദിച്ചതും കമാൻഡർ ഗാവലിനൊപ്പമുള്ള ചെറുപ്പക്കാരൻ മാർക്കിനോടായി പറഞ്ഞു, അതെ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. വെറൊരു സാധാരണക്കാരനെ എന്തിനാണ് ഡെപ്യൂട്ടി ചീഫ് നേരിട്ട് വന്ന് റിക്രൂട്ട് ചെയ്യുന്നതെന്ന് ഞാനും ആലോചിച്ചതാണ്. എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം നിനക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് വെട്ടിത്തുറത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് കൗതുകത്തോടെ ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് കമാൻഡർ ഗാവലിനോട് പറഞ്ഞു, അതെ അതെ, ആർമിക്ക് ആവശ്യമായ ഒരു കഴിവും എനിക്കില്ല, എന്നിട്ടും എന്നെ എന്തിനാ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങളെ റെക്കമെൻഡ് ചെയ്തത് മുൻ ചീഫ് റിച്ചാർഡ് വൂ ആണ്. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഡെപ്യൂട്ടി ചീഫ് നിങ്ങളെ സൈന്യത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗാവലിൻ പറഞ്ഞപ്പോൾ ഗാവലിനൊപ്പമുള്ള ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, എൻ്റെ പേര് ഡാനി ഹോൾഡർ എന്നാണ്. സത്യത്തിൽ എനിക്ക് നിങ്ങളിങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നത് തീരെ അങ്ങനെ ഇഷ്ടമാകുന്നില്ല. ഞാൻ ഒരു സാധാരണക്കാരനാണ്. ഞാൻ വളരെ പാടുപെട്ട് പഠിച്ച് ഒരുപാട് റിക്രൂട്ട്മെന്റ് ക്യാമ്പുകളിലൂടെ കടന്നു വന്നിട്ടാണ് സൈന്യത്തിൽ അംഗമായത്. നിങ്ങളെപ്പോലുള്ള പണക്കാർ നേരിട്ട് ഇങ്ങനെ ആർമിയിലേക്ക് കടക്കുന്നത് ശരിയാണെന്ന് ഒരു അഭിപ്രായം എനിക്കില്ല. നിങ്ങൾക്കൊക്കെ ഇതൊരു തമാശയാണ്, ഞങ്ങൾക്കൊക്കെ ഇത് ശരിക്കൊരു പാഷനാണ്. ഡാനി ഹോൾഡർ അവൻ്റെ മനസ്സിലിരിപ്പ് വ്യക്തമാക്കിയതും മാർക്ക് ഫെല്ലർ ഡാനിയോടായി പറഞ്ഞു, എനിക്ക് ഈ ആർമിയിലൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ മിസ്റ്റർ ഡാനി പറഞ്ഞ കാര്യവുമായി ആലോചിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്ര മോശമൊന്നും അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ഡാനി ചാടി എണീറ്റു. ഏയ് മാർക്ക്, സേന എന്ന് പറയുന്നത് വെറും പിള്ളറി കളിയൊന്നുമല്ല. അത് നല്ല പവർ വേണം, നല്ല ശക്തി വേണം. ശക്തിയുള്ള ആളുകളെയാണ് ഞങ്ങൾ സൈനികർ സേനയിൽ എടുക്കാറുള്ളത്. നിന്നെപ്പോലെ ഒരു ദുർബലനെ സേനയിൽ എടുത്താൽ അത് സേനയ്ക്ക് മുതൽക്കൂട്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഡാനി ഹോൾഡർ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ഡാനിയോട് ചോദിച്ചു, അല്ല, സത്യത്തിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ എന്നെ കണ്ടത് മുതൽ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടാണല്ലോ സംസാരിക്കുന്നത്. സത്യമായിട്ടും ഞാൻ നിങ്ങളെ ആദ്യമായി കാണുകയാണ്. നിങ്ങളുമായിട്ട് എനിക്ക് ഒരു മുൻവിരോധവുമില്ല. നിങ്ങൾക്ക് എന്നോട് മുൻവിരോധമൊന്നും തോന്നേണ്ട കാര്യവുമില്ല. എന്നിട്ടും നിങ്ങൾ വല്ലാതെ ഈർഷ്യോടുകൂടി എന്നോട് സംസാരിക്കുകയാണ്. ഏയ് മാർക്ക്, ഞാൻ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. നിങ്ങളെപ്പോലെ പണക്കാർ ആകാശത്ത് നീ പൊട്ടി വീഴുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ശരിയല്ല. ഞങ്ങളെപ്പോലുള്ള സാധാരണ ആളുകൾ ഒരുപാട് രക്തം വിയർപ്പാക്കി പാടുപെട്ട ഓരോ പൊസിഷൻ നേടുന്നത്. നിങ്ങളൊക്കെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾ തേടി വരുന്നതാണ്. ഹോൾഡർ അവൻ്റെ മനസ്സിലെ അസ്വസ്ഥതകൾ അങ്ങനെ വ്യക്തമാക്കിയതും മാർക്ക് അവനോട് പറഞ്ഞു, ഏയ് നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ആളൊന്നുമല്ല ഞാൻ. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഹോൾഡർ മാർക്കിനോടായി പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, നിങ്ങൾ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. നിങ്ങൾ തികച്ചും ദുർബലനാണ്. അങ്ങനെ ഹോൾഡർ ഉറപ്പിച്ച് പറഞ്ഞതും മാർക്ക് ഹോൾഡറോട് ചോദിച്ചു, ശരിക്കും നിങ്ങൾ അതിനെ വിശ്വസിക്കുന്നുണ്ടോ? മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഹോൾഡർ രണ്ട് കൈ ഒന്ന് പൊക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, എൻ്റെ ഒരൊറ്റ പഞ്ച് നിങ്ങൾക്ക് തടുക്കാൻ പറ്റിയാൽ നിങ്ങൾ ശരിക്കും സേനയ്ക്ക് അനുയോജ്യനാണോ അല്ലയോന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ഹോൾഡർ പറഞ്ഞതും മാർക്ക് ഹോൾഡറോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെ ആവട്ടെ. മാർക്കിന് ഏതാണ്ട് രസം പിടിച്ചു വരികയാണ്. മുന്നോട്ട് കുതിച്ചു വരുന്ന ഹോൾഡർ തന്നെ ആഞ്ഞിടിച്ചതും മാർക്ക് കൈ കൊണ്ടൊന്ന് തടുത്തു. മാർക്കിന്റെ കൈ ലേശം മുന്നോട്ടൊന്ന് ആഞ്ഞതേ ഉള്ളൂ. ആ നിമിഷം തന്നെ മാർക്കിനെ ആഞ്ഞടിച്ച ഹോൾഡർ തെറിച്ച് ദൂരേക്ക് വീണു. ഏകദേശം ഒരു 7-8 അടി ദൂരേക്ക് തെറിച്ച് വീണ ഹോൾഡർ അമ്പരപ്പോടെ മാർക്കിനെ ഒന്ന് നോക്കി. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തികച്ചും തന്നേക്കാൾ ദുർബലനായ ഒരു പണക്കാരൻ എന്ന ഇമേജിൽ മാർക്ക് ഫെല്ലറെ നേരിട്ട ഹോൾഡർ തറയിൽ വീണതും അവന്റെ മൈൻഡ് സെറ്റ് അങ്ങ് മാറുകയാണ്. അവനൊരു പരുവത്തിൽ അവിടെ നിന്ന് എണീറ്റിട്ട് മാർക്കിനോട് പറഞ്ഞു, മിസ് മാർക്ക് ഫെല്ലർ, സോറി, എനിക്ക് തെറ്റുപറ്റി. ഈ നിമിഷം വരെയും നിശബ്ദനായിരുന്ന കമാൻഡർ ഗാവലിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ഡാനി ഹോൾഡർ ആള് തികച്ചും നിഷ്കളങ്കനാണ്. കഴിവുള്ള ആളുകൾ മാത്രമേ സേനയിൽ വരാൻ പാടുള്ളൂ എന്ന് 100% ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഈ ഹോൾഡർ. മാർക്ക് ഫെല്ലർ,
വളഞ്ഞ വഴിയിലൂടെ സൈന്യത്തിലേക്ക് കടക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൻ പ്രതികരിച്ചു പോയതാണ്. സോറി മാർക്ക്. അങ്ങനെ ഗാവലിൻ പറഞ്ഞതും തറയുന്ന എണീറ്റ ഹോൾഡറുടെ അടുത്തെത്തിയ മാർക്ക് അവൻ അവിടെ നിന്ന് പതുക്കെ ഒരു പരുവത്തിൽ ആ സെറ്റിക്കൊണ്ടിരുത്തി. ശരിക്കും ഹോൾഡറുടെ വാരിയെല്ലുകൾ പൊട്ടിയതിന്റെ ശബ്ദം നേരത്തെ മാർക്ക് കേട്ടിട്ടുണ്ട്. നടക്കാൻ ഹോൾഡർക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മാർക്ക് തൻ്റെ ശരീരത്തിൽ തൊടാതെയാണ് തന്നെ ദൂരേക്ക് തെറിപ്പിച്ചതെന്ന് ഹോൾഡർക്ക് അറിയാം. അതിൻ്റെ അർത്ഥം മാർക്ക് ശരിക്കും ഇന്റേണൽ എനർജി ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നാണ്. മാർക്ക് ഹോൾഡറെ ആ സോഫയിൽ ഇരുത്തിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെയുള്ള ആ മരുന്ന് ചെടികൾ ഉപയോഗിച്ച് ഒരു മരുന്ന് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലേക്കാണ് മാർക്ക് കടക്കുന്നത്. മാർക്ക് ആ സസ്യങ്ങളൊക്കെ ഒരു ഫർണസിലേക്ക് ഇട്ടിട്ട് ആ ഫർണസ് കത്തിക്കാനായി മാർക്കിന്റെ കയ്യിലെ സ്പിരിച്വൽ എനർജിയാണ് ഉപയോഗപ്പെടുത്തിയത്. ശരിക്കും ആ ഫർണസിനകത്ത് വെള്ളത്തിനകത്ത് ചെടികളുമാണ് ഉള്ളത്. ആ വെള്ളം തിളപ്പിക്കാനായി കയ്യിലെ സ്പിരിച്വൽ എനർജി മാർക്ക് ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അല്പനേരം കത്തിയിട്ട് ആ ചെടി അങ്ങ് കരിഞ്ഞു പോവുകയായിരുന്നു. മാർക്ക് വീണ്ടും സ്പിരിച്വൽ എനർജി കയ്യിൽ സൃഷ്ടിച്ച് ആ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ആ ചെടി ഒന്ന് ചൂടാക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും അത് അണഞ്ഞുപോയി. മാർക്ക് ഒരു 6-7 തവണ ശ്രമിച്ചപ്പോഴാണ് ആ സ്പിരിച്വൽ എനർജി ഒന്ന് സ്റ്റേബിൾ ആയത്. മാർക്കിന് തൻ്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി കയ്യിലേക്ക് കൊണ്ടുവന്ന് അത് തീയാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു 7 പ്രാവശ്യം ശ്രമിച്ചപ്പോൾ ഒരു തവണ മാർക്കിന് അത് ശരിയായി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്ക് കുറച്ച് മരുന്നുണ്ടാക്കി. ആ മരുന്നിനെ 3 ഗുളികളാക്കി മാറ്റിയതിനു ശേഷം ആ ഗുളികളുമായി മാർക്ക് ഹോൾഡറുടെ അടുത്തേക്ക് വന്നു. അതിൽ നിന്നൊരു ഗുളിക മാർക്ക് ഹോൾഡർക്ക് കൊടുത്തു. ഹോൾഡറോട് മാർക്ക് പറഞ്ഞു, ഇതിപ്പം കഴിക്കും. മാർക്ക് ആ ഗുളിക കൊടുത്തത് അങ്ങനെ പറഞ്ഞതും വേറൊന്നും ആലോചിക്കാതെ ഹോൾഡർ ആ ഗുളിക വിഴുങ്ങിയായിരുന്നു. ആ ഗുളിക വിഴുങ്ങി ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഹോൾഡർക്ക് ഒരു ആശ്വാസം അനുഭവപ്പെട്ടു തുടങ്ങി. ശരിക്കും അവന്റെ നെഞ്ചിൽ വല്ലാത്ത പെയിൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ പെയിനാണ് കണ്ണടച്ച് തുറക്കും മുമ്പേ അവന്റെ നെഞ്ചിൽ നിന്ന് അപ്രത്യക്ഷമായത്. അമ്പരപ്പോടെ അവൻ മാർക്കിന് നോക്കിയതും മാർക്ക് ആ 2 ഗുളി കൂടി അവന് കൊടുത്തു. ഏയ് ഹോൾഡർ, നാളെയും മറ്റന്നാളും ഇവ ഓരോന്നും വിധം കഴിക്കുക. ഉറപ്പായും 3 ദിവസം കഴിയുമ്പോൾ ആ വാരിയലിലെ പൊട്ടൽ മാറിയിട്ടുണ്ടാവും. ശരിക്കും അവിശ്വസനീയമായ ഒരു സിനിമ കണ്ട പ്രതീതിയിലാണ് ഗാവലിനും അതുപോലെ ഹോൾഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിങ്ങൾ നല്ലൊരു മാർഷൽ ആർട്ടിസ്റ്റ് മാത്രമല്ല, നിങ്ങൾ ശരിക്കും നല്ലൊരു ആൽക്കമിസ്റ്റ് കൂടിയാണ്. അതേസമയത്ത് നിങ്ങൾ നല്ല ഡോക്ടറുമാണ്. അനവധി കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് മാർക്ക് എന്ന് ഹോൾഡർക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ്. ഹോൾഡർ അങ്ങനെ പറഞ്ഞതും ഗാവലിൻ ഹോൾഡറോട് പറഞ്ഞു, ഹോൾഡർ, ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ചീഫ് വു മാർക്കിനെ റിക്രൂട്ട് ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടതെന്ന്. അങ്ങനെ ഗാവലിൻ പറഞ്ഞതും മാർക്ക് ഗാവലിനോട് പറഞ്ഞു, കമാൻഡർ, സോറി, എനിക്ക് നിങ്ങളുടെ മിലിറ്ററിയുടെ ഭാഗമാകാൻ ഒരു താല്പര്യവുമില്ല. ഏയ് മാർക്ക്, എന്താ അങ്ങനെ പറയുന്നത്? കമാൻഡർ, ഞാൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്കറിയാം ഞാൻ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയാൽ എൻ്റെ മേൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുമെന്ന്. സത്യമായിട്ടും എനിക്കത് പറ്റത്തില്ല. എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എമിലി ബ്ലാക്കിന്റെ ബ്ലാക്ക് കുടുംബത്തിൽ ചെന്ന് എമിലിയെ വിവാഹം ആലോചിക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ആത്യന്തികമായ ലക്ഷ്യം. മിലിറ്ററി ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായി മാർക്ക് മാറിയാൽ മിലിറ്ററിയുടെ ചിട്ടകൾ മാർക്ക് പാലിക്കേണ്ടി വരും. മാർക്കിന് ചിലപ്പോൾ ന്യൂ സെൽസിൽ ചെന്ന് എമിലിയെ കല്യാണം ആലോചിക്കാൻ അത് ചിലപ്പോൾ തടസ്സമാകാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് മാർക്ക് അങ്ങനെ പറഞ്ഞത്. ഗാവലിനും ഹോൾഡറും വളരെ കാര്യമായി മാർക്കിനെ നിർബന്ധിച്ചെങ്കിലും മാർക്ക് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവസാനം അവരുടെ നിർബന്ധം കൂടി വന്നപ്പോൾ മാർക്ക് അവരോട് പറഞ്ഞു, ഞാൻ പൂർണ്ണമായും നോ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് മിലിറ്ററി ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമാകാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മാർക്ക് പറഞ്ഞ മറുപടി കേട്ടതും ഗാവലിൻ എണീറ്റു. ഗാവലിൻ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കില്ല. തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്നാലും ഉറപ്പിച്ച് ഞാനൊരു കാര്യം പറയാം. ഞങ്ങളുടെ ചിൽഷെയറിലെ മിലിറ്ററി ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായിട്ട് മാർക്ക് മാറിയാൽ മാർക്കിനത് ഒരിക്കലും ഒരു നഷ്ടമാകില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് ഗാവലിൻ ഹോൾഡറുമായി പുറത്തേക്ക് നീങ്ങുന്നത്. അവരുടെ വാഹനം തൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ പോകുമ്പോൾ മാർക്ക് ആ വാഹനത്തിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ വാഹനം കണ്ണീന്ന് മറയുമ്പോഴും മാർക്കിന്റെ മനസ്സിൽ ആ ചോദ്യം കടന്നു വരികയാണ്. അവനോടെ പോയി നീൽ ഫ്രം മീ. ആ ചോദ്യം മനസ്സിലേക്ക് വന്നതും മാർക്ക് ഫോൺ എടുത്ത് നീലിനെ വിളിച്ചു. നീലിനെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ ഔട്ട് ഓഫ് ഏരിയയാണ്, കിട്ടുന്നില്ല. നീലിനെ ഫോണിൽ കിട്ടാതെ വന്നെങ്കിലും മാർക്കിന് പ്രത്യേകിച്ച് ടെൻഷനും തോന്നിയില്ല. കാരണം നീൽ ഒരു ഇന്നർ സ്ട്രെങ്ത് മാസ്റ്ററാണ്. അതും 8ാമത്തെ ലെവലിൽ നിൽക്കുന്ന ആളാണ്. അവനെ ആർക്കും ഇങ്ങനെ അപകടപ്പെടുത്താൻ കഴിയില്ല എന്ന്
മാർക്കിന് പൂർണ്ണ ബോധ്യമുണ്ട്. പിറ്റേന്ന് മാർക്ക് മെഡിക്കൽ കോൺഫറൻസിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഏകദേശം 9 മണിയോടുകൂടി മാർക്കിന്റെ ഫാക്ടറിയിലെത്തി. ഫാക്ടറിയുടെ അടുത്തേക്ക് മാർക്ക് എത്തുമ്പോൾ മാർക്ക് ആ ഫാക്ടറി മുന്നിൽ 1-2 വാഹനങ്ങൾ കിടക്കുന്ന കണ്ടു. അതിൽ ഒരു വാഹനം സൈനിക വാഹനമാണ്. ആ സൈനിക വാഹനം കണ്ട മാർക്കിന്റെ കാറ് നിർത്തി പുറത്തിറങ്ങുമ്പോൾ മാർക്കിന്റെ കാറിനടുത്തേക്ക് ഓടി വരികയാണ് ഫെഡറിക് യാങ്. ഞാൻ മാർക്കിനെ അങ്ങോട്ട് വിളിക്കാതിരിക്കുകയായിരുന്നു. എന്തു പറ്റി ഫെഡറിക്? മാർക്ക്, അവര് നമ്മുടെ ഫാക്ടറി പരിശോധിക്കാൻ വന്നതാണ്. സൈനിക വേഷം ധരിച്ച ഒരു വ്യക്തിയും അയാൾക്കൊപ്പം സൈനിക വേഷത്തിലല്ലാത്ത കുറെ ആളുകളുമുണ്ട്. ആ ടീമിനെ ചൂണ്ടിയാണ് ഫെഡറിക് യാങ് മാർക്കിനോട് അങ്ങനെ പറഞ്ഞത്. എന്താ അവർ പറയുന്നത്? മാർക്ക്, നമ്മുടെ ഫാക്ടറിക്കുള്ളിൽ ഗുണമേന്മയില്ലാത്ത ഔഷധ സസ്യങ്ങളാണ് ഉള്ളതെന്നാണ് അവർ പറയുന്നത്. മാർക്ക്, ഞാൻ ഉറപ്പിച്ചു പറയുക, ക്വാളിറ്റി ഇല്ലാത്ത ഒരു മെറ്റീരിയലും നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല. ഫെഡറിക് യാങ് അങ്ങനെ തീർത്ത് പറഞ്ഞതും മാർക്ക് ഫെഡറിക്കിനോട് പറഞ്ഞു, മിസ്റ്റർ ഫെഡറിക്, ഇത് വിഷയം വേറെയാണ്. മാർക്ക് അങ്ങനെ പറയുമ്പോൾ ആ സൈനിക വേഷധാരി മാർക്ക് നേരെ നടന്നു വരികയാണ്. അത് തലേദിവസം മാർക്ക് സൺ കുടുംബത്തിൽ വെച്ച് കണ്ട വെസ്ലിയുടെ സഹോദരന്റെ മകനാണ്, ആ 3 സ്റ്റാർ സൈനിക ഉദ്യോഗസ്ഥൻ. അയാൾ ചിരിച്ചുകൊണ്ട് മാർക്കിന് അടുത്തേക്ക് വന്നു. ഹലോ മാർക്ക് ഫെല്ലർ, സത്യമായിട്ടും ഈ ഫാക്ടറി നിങ്ങളുടെയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അതിശയം തോന്നി. ആ സൺ കുടുംബത്തിന്റെ അടുക്കളയിൽ പാത്രം കഴുകിയും തുണി കഴുകിയും കഴിഞ്ഞത് നിങ്ങൾ എങ്ങനെയാ ഒരു ഫാക്ടറി ഉടമയായെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്തായാലും ഞാൻ ഈ ഫാക്ടറി ഒന്ന് പരിശോധിക്കുകയാണ്. അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, എന്താ വിഷയം? നിങ്ങളിപ്പോ കാര്യം അറിഞ്ഞില്ലേ? ബാർട്ടിനൊപ്പം ഉണ്ടായിരുന്ന ആ ബാക്കി ഉദ്യോഗസ്ഥരും കൂടി അവരടുത്തേക്ക് വന്നു. അവരെ കാണിച്ചിട്ട് ബാർട്ടിൻ സൺ മാർക്കിനോട് പറഞ്ഞു, ഇവരൊക്കെ ക്വാളിറ്റി അഷുറൻസ് ടീമിന്റെ ഉദ്യോഗസ്ഥരാണ്. മരുന്ന് നിർമ്മാണത്തിലെ ക്വാളിറ്റി ഉറപ്പാക്കാനായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ക്വാളിറ്റി അഷുറൻസ് ടീമിലെ ആളുകളാണ് അവരെന്ന് ബാർട്ടൻ പരിചയപ്പെടുത്തിയതും മാർക്ക് ബാർട്ടനോട് ചോദിച്ചു, അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം? പക്ഷെ മാർക്ക്, ഇവിടെ ക്വാളിറ്റി ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് മരുന്നുണ്ടാക്കാനായി ഉപയോഗിക്കുന്നുവെന്ന് ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല എന്നു മുതലാണ് സൈന്യത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം കിട്ടിയത്? സൈന്യത്തിന്റെ ജോലി ഇതൊന്നുമല്ല എന്ന് മാർക്കിന് നന്നായിട്ട് അറിയാം. മാർക്കിന്റെ ചോദ്യം കേട്ടതും ബാർട്ടൻ മാർക്കിനോട് പറഞ്ഞു, നോക്ക്, ഞാനല്ല പരിശോധിക്കുന്നത് ക്വാളിറ്റി അഷുറൻസ് ടീമാണ്. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. ക്വാളിറ്റി അഷുറൻസ് ടീം സ്വാഭാവികമായിട്ടും ആ അധികാരമുള്ള ടീമാണെന്ന് മാർക്കിനും അറിയാം. മാർക്ക് ബാർട്ടനോട് പറഞ്ഞു, ഓക്കെ എന്നാ പരിശോധിക്കട്ടെ. മാർക്ക് അനുവദിച്ചതും ആ ടീം നേരെ ഫാക്ടറിക്കുള്ളിലേക്ക് കടന്നു. ആ ടീമിനൊപ്പം ഫെഡറിക് യാങ്ങും അകത്തേക്ക് കയറി. പുറത്ത് മാർക്കും ബാർട്ടൻ സണ്ണും മാത്രമാണ്. ബാർട്ടൻ മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചു. നിനക്ക് ഭയങ്കര അഹങ്കാരമല്ലേ? നിനക്ക് ഞാൻ ആരാണെന്ന് ഇപ്പോ മനസ്സിലായി. ബാർട്ടൻ എന്തോ ഒരു കെണി ഒരുക്കാൻ പോവുകയാണെന്ന് അവന്റെ വാക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്. ബാർട്ടൻ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, നിനക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാം. അതിന് നീ ഒരു കാര്യം ചെയ്യണം. നീ എന്നോട് മാപ്പ് പറയണം. വെറുതെ മാപ്പ് പറഞ്ഞാൽ പോരാ, ഈ ആളുകളൊക്കെ കാണുകയും പരസ്യമായി മാപ്പ് പറയണം. എൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് എന്നോട് നീ മാപ്പ് പറഞ്ഞാൽ നിന്നെ ഞാൻ അധികം നോവിക്കത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ ഈ ഫാക്ടറി അങ്ങ് പൂട്ടിയാൽ മിനിമം ഒരു 20 കൊല്ലമെങ്കിലും ഈ ഫാക്ടറി അങ്ങ് അടച്ചു കിടക്കും. മാർക്കിനോട് ബാർട്ടൻ അങ്ങനെ പറയുമ്പോൾ മാർക്ക് കൗതുകപൂർവ്വം ബാർട്ടൻ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്ക് കൗതുകപൂർവ്വം ആ 3 സ്റ്റാർ ഉദ്യോഗസ്ഥനായ ബാർട്ടൻ സൺ പറയുന്നത് കേട്ട് നിൽക്കുമ്പോൾ അകത്ത് നിന്ന് പരിശോധനയ്ക്ക് പോയ ആളുകൾ പുറത്തേക്ക് വന്നു. അവർ ബാർട്ടനോട് പറഞ്ഞു, മിസ്റ്റർ ബാർട്ടൻ, അകത്ത് ക്വാളിറ്റി ഇല്ലാത്ത അനവധി സാധനങ്ങളുണ്ട്. അത് കേട്ടതും ബാർട്ടൻ അവരോട് പറഞ്ഞു, ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളോ? അങ്ങനെയാണെങ്കിൽ അവൻ കത്തിച്ചേക്ക്, അതിനുശേഷം ഈ ഫാക്ടറി സീൽ ചെയ്യും. ബാർട്ടൻ അങ്ങനെ പറയുമ്പോൾ പുറത്തേക്ക് ഓടി വന്ന ഫെഡറിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് ചതിയാണ്. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളാ ഇവരുണ്ടെന്ന് പറയുന്നത്. അത് കേട്ടതും ബാർട്ടൻ തിരിഞ്ഞ് ക്വാളിറ്റി അഷുറൻസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ അതൊന്നും നോക്കണ്ട. ബാർട്ടിന്റെ ഉത്തരവ് കിട്ടിയതും ആ ക്വാളിറ്റി അഷുറൻസ് ഉദ്യോഗസ്ഥർ ഫാക്ടറി വാതിലിരുന്ന് നടക്കുകയാണ്. അകത്തുള്ള ജീവനക്കാരെയൊക്കെ പുറത്താക്കിയിട്ട് ഫാക്ടറി അടച്ചു പൂട്ടുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. അത് മനസ്സിലാക്കിയ മാർക്ക് പെട്ടെന്ന് മുന്നോട്ട് കുതിച്ച് ഫാക്ടറിയുടെ വാതിൽക്കൽ കയറി നിന്നു. മാർക്ക് അവരോട് പറഞ്ഞു, ഈ ഫാക്ടറി പൂട്ടിക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. പെട്ടെന്ന് തൻ്റെ മുന്നിൽ നിന്ന് മാർക്ക് ഓടി ഫാക്ടറി മുന്നിലേക്ക് വന്ന് കണ്ടതും ബാർട്ടനും ഓടി അങ്ങോട്ട് നിന്നു. ബാർട്ടൻ തൻ്റെ കൈത്തോക്ക് വലിച്ചൂരി മാർക്കിന് നേരെ പിടിച്ചു. നോക്കേ, ഞങ്ങൾക്കെതിരെ കയറി നിന്നാൽ നിന്നെ ഞാൻ പുകയ്ക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബാർട്ടൻ മാർക്കിന് നേരെ കൈത്തോക്ക് ചൂണ്ടുകയായിരുന്നു.
മാർക്ക് ആ പിസ്റ്റൾ പിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. ഒറ്റ വലിക്ക് ബാർട്ടന്റെ കയ്യിൽ നിന്ന് തോക്ക് കൈക്കലാക്കിയ മാർക്ക് ആ തോക്ക് പെട്ടെന്ന് ഒന്ന് വലിച്ചൊടിച്ചു. ശരിക്കും ആ തോക്ക് കഷ്ണം കഷ്ണമായി ചിതറുകയായിരുന്നു. നല്ല ഉരുക്കൊണ്ടുണ്ടാക്കിയ ആ തോക്ക് കഷ്ണം കഷ്ണമായി ചിതറി വീഴുന്ന ആ കാഴ്ച വല്ലാത്തൊരു അവിശ്വസനീയതയോടു കൂടിയാണ് ബാർട്ടൻ നോക്കിക്കണ്ടത്. ഒരു നിമിഷം അയാൾ അമ്പരന്ന് പോയെങ്കിലും അയാൾ ഉടൻ തന്നെ ഒന്ന് പുറകോട്ട് മാറിയിട്ട് അയാളുടെ ഫോൺ കയ്യിലെടുത്തു. നീ എന്താ ചെയ്തതെന്നറിയാവോ? നീ ഒരു ആർമി ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടിയിൽ കയറി ഇടപെട്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ബാർട്ടൻ ഫോൺ എടുക്കുകയാണ്. ശരിക്കും ഇപ്പോൾ ഒരു ടെൻഷൻ അവിടെ ഉണ്ടായി വരികയാണ്. ബാർട്ടൻ ഫോണിൽ ആരെ വിളിക്കാനായി നമ്പർ നോക്കുന്ന ആ നിമിഷത്തിൽ അവിടേക്ക് വാഹനങ്ങൾ വരുന്ന ശബ്ദം എല്ലാവരും കേട്ടു. സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധ ആ വാഹനങ്ങൾ വരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ അവർ ആ വാഹനങ്ങൾ കണ്ടു. മിലിറ്ററി വാഹനങ്ങളാണ് വരുന്നത്. ഒരു മിലിറ്ററി കാറും ഒരു മിലിറ്ററി ജീപ്പും. ആ വാഹനങ്ങൾ ആ ഫാക്ടറിക്ക് നേരെ വരുന്ന കണ്ടതും ബാർട്ടന്റെ മുഖത്ത് ശരിക്കും സന്തോഷം ഉണ്ടാവുകയാണ്. അവനുറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ തീർന്നടാ. അങ്ങനെ ബാർട്ടൻ പറയുമ്പോഴേക്കും ആ വാഹനങ്ങളും അവിടെ എത്തി. കാറും ജീപ്പും നിർത്തിയതും അതിൽ നിന്ന് പുറത്തേക്ക് ആളുകൾ ഇറങ്ങുകയാണ്. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകളെ കണ്ടതും ബാർട്ടൻ ഓടി അവരുടെ മുന്നിലെത്തിയ ബാർട്ടൻ പെട്ടെന്ന് അവരെ കണ്ട് സല്യൂട്ട് ചെയ്യാണ്. സല്യൂട്ട് ചെയ്തിട്ട് അയാൾ പറഞ്ഞു, ഡെപ്യൂട്ടി ചീഫ്, അങ്ങ് എത്തിയത് നന്നായി. ഈ ഫാക്ടറി എത്രയും പെട്ടെന്ന് പൂട്ടിക്കണം. ആ ഫാക്ടറി എത്രയും പെട്ടെന്ന് പൂട്ടിക്കണമെന്ന് ബാർട്ടൻ പറഞ്ഞ വാചകം കേട്ട് ഡെപ്യൂട്ടി ചീഫിനൊപ്പമുള്ള കമാൻഡർ ഗാവ്ലിനും ഡാനി ഹോൾഡറും അമ്പരപ്പോടെ ബാർട്ടനെ തന്നെ ഒന്ന് നോക്കി. ഡാനി ഹോൾഡർ ബാർട്ടനോട് ചോദിച്ചു, മിസ്റ്റർ ബാർട്ടൻ, നിങ്ങൾ എന്താ പറഞ്ഞേ? ഓഫീസർ ഹോൾഡർ, ഞാൻ പറഞ്ഞത് ഈ ഫാക്ടറി തട്ടിപ്പാണെന്നാണ്. ഈ ഫാക്ടറി നമുക്ക് എത്രയും പെട്ടെന്ന് പൂട്ടിക്കണം. ബാർട്ടൻ വീണ്ടും ആ വാചകം പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി ചീഫിന്റെ ശ്രദ്ധ അവിടെ നിൽക്കുന്ന ആ ക്വാളിറ്റി അഷുറൻസ് ടീമിൽ പതിഞ്ഞു. ആ ക്വാളിറ്റി അഷുറൻസ് ടീമിനെ ഡെപ്യൂട്ടി ചീഫ് ഒന്ന് നോക്കുമ്പോൾ ഹോൾഡർ ബാർട്ടനോട് ചോദിച്ചു, മിസ്റ്റർ ബാർട്ടൻ, എന്താ സംഭവം? മിസ്റ്റർ ഹോൾഡർ, ഈ ഫാക്ടറിയിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചാണ് മരുന്ന് ഉണ്ടാക്കുന്നത്. ആ മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ദോഷമുണ്ടാവും. നമ്മൾ അത് കണ്ടെത്തി അത് പൂട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ അത് കണ്ടെത്തിയപ്പോൾ ഈ മാർക്ക് ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എന്റെ തോക്ക് അയാൾ പിടിച്ചു വാങ്ങിച്ച് നശിപ്പിക്കുകയും ചെയ്തു. ശരിക്കും ഒരു ക്രിമിനലാണ് ഇയാൾ. ഒറ്റ ശ്വാസത്തിൽ ബാർട്ടൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഹോൾഡർ അമ്പരപ്പോടെ ബാർട്ടന്റെ മുഖത്ത് തന്നെ നോക്കുകയാണ്. ശരിക്കും അതിനേക്കാളേറെ അമ്പരപ്പ് സാക്ഷാൽ കമാൻഡർ ഗാവലിന്റെ മുഖത്തും ഡെപ്യൂട്ടി ചീഫിന്റെ മുഖത്തുമുണ്ട്. ഡെപ്യൂട്ടി ചീഫ് ആ ക്വാളിറ്റി അഷുറൻസ് ടീമിനെ നോക്കിയിട്ട് അവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് കേട്ടതും ആ ക്വാളിറ്റി അഷുറൻസ് ടീമിലെ ലീഡറും തോന്നുന്ന ആള് ഡെപ്യൂട്ടി ചീഫിനോട് പറഞ്ഞു, മിസ്റ്റർ ബാർട്ടൻ പറഞ്ഞതാണ് കാര്യം. ഡെപ്യൂട്ടി ചീഫ് ആ ടീമിനെ നോക്കിയിട്ട് കമാൻഡർ ഗാവലിന് നേരെ തിരിഞ്ഞു. മിസ്റ്റർ ഗാവലിൻ, ഉടൻ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇവിടേക്ക് വരാനുള്ള ഏർപ്പാടി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്തായാലും നല്ലതാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അങ്ങോട്ടേക്ക് വിളിക്കാൻ ഡെപ്യൂട്ടി ചീഫ് പറഞ്ഞതും ആ ക്വാളിറ്റി അഷുറൻസ് ടീമിന്റെ ആളുകൾ ഓടി ഡെപ്യൂട്ടി ചീഫിന്റെ അടുത്തേക്ക് വന്നു. സർ, ക്ഷമിക്കണം, അബദ്ധം പറ്റിയെന്നു. സർ, ഈ ബാർട്ടൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പെരുമാറിയതാണ്. ബാർട്ടൻ എന്തു പറഞ്ഞു? സർ, ഈ ബാർട്ടനാ പറഞ്ഞത് ഈ ഫാക്ടറി പൂട്ടിക്കണമെന്ന്. ആ ക്വാളിറ്റി അഷുറൻസ് ടീമിന്റെ ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞതും ബാർട്ടൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് വിഡിത്തോ പറയുന്നത്? ഞാൻ എപ്പോഴാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അത് കേട്ടതും ആ ഇൻസ്പെക്ടർ ഡെപ്യൂട്ടി ചീഫിനോട് പറഞ്ഞു, സർ, എന്റെ ഓഫീസിൽ വന്ന് ഈ ബാർട്ടൻ ഈ ഫാക്ടറി പൂട്ടിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് സംശയമുള്ളത് കൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ ഇൻസ്പെക്ടർ ആ ഫോൺ എടുത്തതും, നീ എന്താ കൃത്രിമ തെളിവുമായിട്ട് ഇറങ്ങിയിരിക്കണോ? അങ്ങനെ പറഞ്ഞിട്ട് ബാർട്ടൻ ആ ഇൻസ്പെക്ടറെ മൊബൈൽ പിടിച്ചെടുക്കാനായി മുന്നോട്ട് കുതിച്ചതും അതുവരെ നിശബ്ദനായിരുന്ന മാർക്ക് പെട്ടെന്ന് ആ ഇൻസ്പെക്ടർ മുന്നിലേക്ക് കയറി. ശരിക്കും ഇൻസ്പെക്ടർ മുന്നിലേക്ക് കയറിയ മാർക്ക് കൈ നിവർത്തുരറ്റ അടിയേറ്റ് ബാർട്ടൻ കറങ്ങി താഴെ വീണു. ബാർട്ടൻ സൺ താഴെ വീണ ആ നിമിഷത്തിൽ ഇൻസ്പെക്ടർ അവന്റെ കയ്യിലെ മൊബൈലിൽ ആ വീഡിയോ എടുത്ത് ഡെപ്യൂട്ടി ചീഫിനെ കാണിച്ചു. തറയിൽ വീണ് കിടക്കുന്ന ബാർട്ടന് ഇപ്പോൾ ആ വിഷ്വൽ കാണാം. ഡെപ്യൂട്ടി ചീഫ് ഉൾപ്പെടെ സകലരും ആ വിഷ്വൽ കാണുകയാണ്. ബാർട്ടൻ ആ ഇൻസ്പെക്ടറോട് സംസാരിക്കുന്ന രംഗമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഫാക്ടറി നീ പൂട്ടിക്കണം. അതിന് എന്ത് ചെലവായാലും അത് വഹിക്കാൻ ഞാൻ തയ്യാറാണ്. അവന്റെ ഫാക്ടറിയിൽ എല്ലാം നല്ല സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, എനിക്കും അറിയാം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, കുറച്ച് മോശ സാധനങ്ങൾ കൈ കരുതണം. ആരും അറിയാതെ ആ സാധനം അവൻ്റെ ഫാക്ടറിക്കകത്ത് വെച്ചിട്ട്
അത് അവിടെ നിന്ന് പിടിച്ചെടുക്കണം. ആ ഒരൊറ്റ കാരണം പറഞ്ഞ് അവൻ്റെ ഫാക്ടറി പൂട്ടിക്കണം. എന്നിട്ട് അവൻ നമുക്ക് ജയിലിലാക്കണം. മാർക്ക് ഫെല്ലറെ കുറിച്ചും ആ ഫാക്ടറിയെ കുറിച്ചും ബാർട്ടൺ പറഞ്ഞ വാചകങ്ങൾ ആ വീഡിയോയിലൂടെ പുറത്തു വന്നതും എല്ലാവരുടെയും കണ്ണുകൾ ബാർട്ടണിലേക്ക് പതിഞ്ഞു. ബാർട്ടൺ ശരിക്കും താൻ പെട്ടു എന്ന് മനസ്സിലാക്കിയതും ഡെപ്യൂട്ടി ചീഫിന്റെ മുന്നിൽ മുട്ടുകുത്തി. അവൻ കരഞ്ഞുകൊണ്ട് ഡെപ്യൂട്ടി ചീഫിനോട് പറഞ്ഞു, ഡെപ്യൂട്ടി ചീഫ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഒരു തെറ്റ് പറ്റിയതാണ്. അത് കേട്ടതും മാർക്ക് ഡെപ്യൂട്ടി ചീഫിനോട് പറഞ്ഞു, മിസ്റ്റർ ഡെപ്യൂട്ടി ചീഫ്, ഇത്തരത്തിലുള്ള ആളുകളെയാണോ ഈ മിലിറ്ററി ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്? മാർക്കിന്റെ ചോദ്യത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കിയ ഡെപ്യൂട്ടി ചീഫ് മാർക്കിനോട് പറഞ്ഞു, മിസ് മാർക്ക് ഫെല്ലർ, സോറി, ഇതുപോലുള്ള ചില ആളുകൾ എല്ലായിടത്തും ഉണ്ടാകുമല്ലോ. എന്തായാലും ഇയാളുടെ കാര്യത്തിൽ ഇനിയൊരു സംശയം വേണ്ട. അങ്ങനെ ഡെപ്യൂട്ടി ചീഫ് പറഞ്ഞിട്ട് ഗാവലിനെ ഒന്ന് നോക്കിയതും ഗാവലിൻ ഹോൾഡറോട് പറഞ്ഞു, ഹോൾഡർ, ഇവനെ ഇപ്പോൾ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഏർപ്പാടുണ്ടാക്കുക. ഇവന്റെ പേരിൽ നിയമ നടപടി എടുക്കണം. നമ്മുടെ സേനയ്ക്ക് ഇവൻ ശരിക്കും അപമാനമായിരിക്കുകയാണ്. ബാർട്ടിന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് അവൻ കേൾക്കുന്നത്. ഇതുവരെ സേനയുടെ 3 സ്റ്റാർ ഓഫീസർ നിലയിൽ വല്ലാത്തൊരു അഹങ്കാരം വച്ച് പ്രവർത്തിക്കുന്ന അവൻ ഇതാ ഈ നിമിഷം മുതൽ സേന നിന്ന് പുറത്താക്കാൻ പോവുകയാണ്. അവനെതിരെ നടപടിക്ക് ഓർഡർ ഇട്ടിരിക്കുന്നത് സാക്ഷാൽ ഡെപ്യൂട്ടി ചീഫ് തന്നെയാണ്. ഡെപ്യൂട്ടി ചീഫിന്റെ ഓർഡർ ആ മിലിറ്ററി ഡിസ്ട്രിക്റ്റിൽ ഓവർകം ചെയ്യണമെങ്കിൽ സാക്ഷാൽ ചീഫ് തന്നെ വിചാരിക്കണം. ശരിക്കും ബാർട്ടൺ ആകെ അമ്പരം നിൽക്കുമ്പോൾ ഡെപ്യൂട്ടി ചീഫ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, സോറി, ഇതൊന്നും മനസ്സിൽ വെക്കരുത്. നിങ്ങളുടെ സോൾ നറിഷ്മെന്റ് ബില്ല് കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഞങ്ങൾ ആർമിക്കാരുടെ ആവശ്യപ്രകാരമാണ് കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. എല്ലാ ടെസ്റ്റുകളിലും നിങ്ങളുടെ ആ സോൾ നറിഷ്മെന്റ് ബിൽ വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സോൾ നറിഷ്മെന്റ് ബിൽ വൻതോതിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഉടൻ തന്നെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യും. ഞങ്ങൾ ആർമി നിങ്ങളുടെ സോൾ നറിഷ്മെന്റ് ബില്ലിന്റെ നല്ല ഉപഭോക്താക്കളായിരിക്കും. ഞങ്ങൾക്ക് നിങ്ങളുടെ ആ സോൾ നറിഷ്മെന്റ് ബില്ല് വൻതോതിൽ വേണം. സോൾ നറിഷ്മെന്റ് ബില്ല് സേനാ അംഗങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിൽ സേന തന്നെ മുൻകൈ എടുത്ത് കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാ അനുവാദവും വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി മാർക്കിന് ആ ഉൽപ്പന്നം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ശരിക്കും ഒരു വൻ കുതിച്ചാട്ടമാണ് അതിന്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയതും വല്ലാത്തൊരു സന്തോഷം ഫ്രെഡറിക് യാങ്ങിന്റെ മുഖത്തുണ്ടായി. ഫ്രെഡറിക് യാങ്ങിന്റെ മുഖത്തെ സന്തോഷം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തുടർന്ന് ഡെപ്യൂട്ടി ചീഫ് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. അടുത്തു വരുന്ന ട്രഡീഷണൽ മെഡിസിനൽ കോൺഫറൻസിൽ നടക്കുന്ന മത്സരത്തിൽ നിങ്ങൾക്ക് ഫൈനലിൽ നേരിട്ട് മത്സരിക്കാനുള്ള പെർമിഷൻ ഇതുവഴി സ്വാഭാവികമായും ലഭിക്കും. സോൾ നറിഷ്മെന്റ് ബില്ല് ഉണ്ടാക്കിയ വ്യക്തിക്ക് നേരിട്ട് മത്സരത്തിന്റെ ഫൈനലിലേക്ക് കടക്കാൻ പറ്റും. അത് കേട്ടതും ശരിക്കും ഞെട്ടിയത് സാക്ഷാൽ ഫ്രെഡറിക് യാങ് ആണ്. ഫ്രെഡറിക് യാങ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ ട്രഡീഷണൽ മെഡിസിനൽ കോൺഫറൻസിലെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. എല്ലായ്പ്പോഴും ആ മത്സരത്തിൽ പരാജയം മാത്രമാണ് ഫ്രെഡറിക്കിന് കിട്ടുന്നത്. ഇപ്പൊ ഇതാ ആദ്യമായി അവരുടെ ടീം മത്സരത്തിന്റെ ഫൈനലിൽ നേരിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ഫ്രെഡറിക്കിന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം വരികയാണ്. അത് വീക്ഷിച്ച ഡെപ്യൂട്ടി ചീഫ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് മിലിറ്ററി ഡിസ്ട്രിക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനാണ് സത്യത്തിൽ ഇവിടെ വരെ വന്നത്. ആ വാർത്ത തറന്നെറിയിക്കുന്ന ബാർട്ടൺ സൺ ഞെട്ടലൂടെയാണ് കേട്ടത്. ഡെപ്യൂട്ടി ചീഫ് മിഡിൽ സിറ്റിയിൽ വരുന്നത് ഒരാളെ മിലിറ്ററി ഡിസ്ട്രിക്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യാനാണെന്ന് അവനും അറിയാം. ആ ആള് സാക്ഷാൽ മാർക്ക് ഫെല്ലർ ആണെന്ന് ഇപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത്. സാധാരണ പട്ടാളക്കാരുടെ റോളിലേക്കല്ല ഈ റിക്രൂട്ട്മെന്റ് ഒന്നും അവൻ അറിയാം. വളരെ ഉയർന്ന ഒരു തസ്തികയിലേക്ക് ഡയറക്റ്റായി സർക്കാർ ആ ആളെ റിക്രൂട്ട് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അവൻ സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ അവനേക്കാൾ വളരെ വളരെ മുകളിലാണ് മാർക്ക് ഫെല്ലറെ റിക്രൂട്ട് ചെയ്യുന്നത്. അമ്പരന്ന് പോയ ബാർട്ടൺ അവിശ്വസനീയതയിലൂടെ മാർക്ക് ഫെല്ലർ നോക്കുമ്പോൾ മാർക്ക് ഡെപ്യൂട്ടി ചീഫിനോട് പറഞ്ഞു, ചീഫ്, ദയവായി എന്നോട് ക്ഷമിക്കണം. ഞാൻ നേരത്തെ കമാൻഡറോട് പറഞ്ഞതാണ്, എനിക്ക് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് സ്വന്തമായി നിൽക്കാനാണ് താല്പര്യം. നിങ്ങളുടെ ആർമിയുടെ ഭാഗമായാൽ എനിക്ക് ചുറ്റും ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് എൻ്റെ ലക്ഷ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി ചീഫ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഒരിക്കലും മാർക്കിനെ നിർബന്ധിക്കില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ മാർക്കിനോട് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. നമ്മുടെ മിലിറ്ററി ഡിസ്ട്രിക്റ്റുമായി മാർക്ക് സഹകരിക്കുകയാണെങ്കിൽ മാർക്കിന് അതുകൊണ്ട് ഗുണമേ ഉണ്ടാകും. സർ, അങ്ങയുടെ നല്ല മനസ്സ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്.
പക്ഷേ എൻ്റെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. എനിക്ക് മിലിറ്ററി ഡിസ്ട്രിക്റ്റിനകത്ത് ഒതുങ്ങി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. മാർക്കിൻ്റെ ലക്ഷ്യം രാജ്യ തലസ്ഥാനമാണ്. അവിടേക്ക് പോകാനുള്ള ആ യാത്രയിൽ ഇവിടെ ഈ ചിൽഷയിൽ തളച്ചിടപ്പെടുന്നത് ശരിയാകില്ല എന്ന് മാർക്കിനറിയാം. മാർക്ക് അങ്ങനെ തീർത്തു പറഞ്ഞതും മാർക്കിനോട് യാത്ര പറഞ്ഞ് ഡെപ്യൂട്ടി ചീഫും പരിവാരങ്ങളും പുറത്തേക്ക് പോകുമ്പോൾ അവർ ബാർട്ടിനും കൂടെ കൂട്ടി. ബാർട്ടിനുള്ള ശിക്ഷ അവർ വിധിക്കുമെന്ന് ഉറപ്പാണ്. ആ ടീം അവിടെ നിന്ന് പോയി കഴിഞ്ഞതും ഫ്രെഡറിക് യാങ് സന്തോഷത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് വല്ലാത്തൊരു ലോട്ടറിയാണ്. ഞാൻ എല്ലാ തവണയും ആ മത്സരത്തിൽ പരാജയപ്പെടുകയാണ് പതിവ്. ഇപ്പോൾ ഇതാ നമുക്ക് ഫൈനലിലേക്ക് ഒരു പ്രവേശനം കിട്ടിയിരിക്കുകയാണ്. ഫ്രെഡറിക്കിന്റെ ആ സന്തോഷം സ്വാഭാവികമായും മാർക്കിനും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും സന്തോഷത്തോടെയാണ് അന്ന് വൈകുന്നേരം ഫാക്ടറിയിലെ മറ്റു വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മാർക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. മാർക്ക് വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ മാർക്കിന്റെ വീടിന്റെ പൂമുഖത്ത് ചില ആളുകളൊക്കെ ഉണ്ട്. വാഹനം നിർത്തി മാർക്ക് പൂമുഖത്തേക്ക് കടക്കുമ്പോൾ മാർക്ക് കാണുന്നത് സൺ കുടുംബത്തിലെ ആളുകളെയാണ്. മാർക്കിനെ കണ്ടതും വെസ്ലിയുടെ സഹോദരൻ ദേഷ്യത്തോടെ മാർക്കിന് നേരെ ചാടി വരികയാണ്. ഏയ് മാർക്ക്, ചതിയ, നീ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഒരാൾ ചാടി വീണ് ചതിയാന്നൊക്കെ വിളിക്കുന്ന കണ്ടപ്പോ മാർക്ക് ലേശം അമ്പരപ്പോഴെ അയാൾ നോക്കിയാണ്. എടാ, നീ കാരണം എന്റെ മകന്റെ ജോലി പോയി. രാവിലെ മാർക്കിന്റെ ഫാക്ടറി പരിശോധിക്കാൻ വന്ന ബാർട്ടിന്റെ പിതാവ് തോമസ് ആണ് അവിടെ നിന്ന് ദേഷ്യപ്പെടുന്നത്. മാർക്ക് അമ്പരപ്പോടെ അയാളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ വെസ്ലി മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ഈ കുറ്റത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. നീ തോമസിന് നഷ്ടപരിഹാരം കൊടുക്കണം. നഷ്ടപരിഹാരം എന്തിന്? ഏയ് മാർക്ക്, നീ എന്താ ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നത്? നിന്റെ ഫാക്ടറിയിൽ നീ കാണിച്ച കള്ളത്തരം ചൂണ്ടിക്കാണിച്ചപ്പോ നീ കെണിയൊരുക്കി എന്റെ മോനെ പെടുത്തിയതല്ലേ? അങ്ങനെ തോമസ് പറഞ്ഞതും മാർക്ക് തോമസിനോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് നഷ്ടപരിഹാരമായി $10 മില്യൺ വേണം. ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് അയാളുടെ മകന്റെ ജോലി നഷ്ടപ്പെട്ടതിന് പരിഹാരമായി അയാൾ ചോദിക്കുന്നത്. അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, നിങ്ങൾ സൺ കുടുംബം അംഗമാണോ? തോമസിനോട് അയാൾ സൺ കുടുംബത്തിലെ അംഗമാണോ എന്ന് മാർക്ക് ചോദിച്ചപ്പോൾ അയാൾ ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി. അയാളുടെ സഹോദരൻ വെസ്ലിയുടെ ഭാര്യ റീത്തയും നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, അല്ല, ഞാൻ സൺ കുടുംബത്തിലെ അംഗമല്ല. സൺ കുടുംബത്തിലെ അംഗമാണെങ്കിൽ തനിക്ക് പൈസ കുറച്ചേ കിട്ടുമെന്നൊരു തോന്നൽ തോമസിന് ഉണ്ടായത് കൊണ്ടാണ് തോമസ് അങ്ങനെ പറഞ്ഞത്. തോമസ് പറഞ്ഞത് കേട്ടതും മാർക്ക് അയാളോട് ഒന്നുകൂടെ ചോദിച്ചു, ഉറപ്പാണോ? അതെ, ഉറപ്പാണ്, ഞാൻ സൺ കുടുംബ അംഗമല്ല. ഒന്നുകൂടി ഉറപ്പാക്കാനായി മാർക്ക് അയാളുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് അയാളുടെ പിന്നെയും ചോദിച്ചു, അല്ല, ഉറപ്പാണോ? അതെ, ഞാൻ സൺ കുടുംബത്തിലെ അംഗമല്ല. അങ്ങനെ തോമസ് തീർത്തു പറഞ്ഞതും മാർക്ക് കൈ ഉയർത്തി ഒരു അറ്റിയാടി. അടിച്ചത് തോമസിന്റെ തലയിലാണ്. അതിശക്തമായ ആ കൈ തോമസിന്റെ തലയിൽ ആഞ്ഞു പതിച്ചതും ആ തല ചിതറി. ശരിക്കും അയാളെ ഒറ്റ അടിക്ക് തല ചിതറിനോടൊപ്പം അയാളുടെ ബോഡി ഉൾപ്പെടെ താഴേക്ക് ഇടിച്ചു വീഴുകയാണ്. തൊട്ടു മുന്നിൽ സ്വന്തം സഹോദരനെ ഒറ്റ അടിക്ക് മാർക്ക് കൊല്ലുന്നത് കണ്ട വെസ്ലി ആ പൂമുഖത്തെ പടിയിൽ നിന്ന് നേരെ താഴേക്ക് വീണുപോയി. വെസ്ലി താഴേക്ക് വീണതും റീത്ത കണ്ണു തള്ളിയാണ് ആ കാഴ്ച കണ്ടത്. അവളുടെ വായിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ ഇങ്ങനെ അടിച്ചു കൊല്ലുന്നത് കാണുന്നത്, അതും ഒരൊറ്റ അടിക്ക്. താഴേക്ക് വീണ വെസ്ലിയെ പെട്ടെന്ന് പുറത്തോട്ട് ചാടിയ റീത്ത വലിച്ചെണീപ്പിച്ചു. അതിനുശേഷം റീത്ത വെസ്ലിയെ കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. ഓടി കാറിലേക്ക് കയറിയ അവർ അതിവേഗം ആ വാഹനം അവിടെ തിരിച്ച് ഒരൊറ്റ പോക്ക്. സ്വന്തം സഹോദരൻ കൺമുന്നിൽ കൊല്ലപ്പെടുന്ന കണ്ടിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും ചോദിക്കാതെ വെസ്ലിയുടെ ഭാര്യ റീത്തയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞതും മാർക്ക് അവന്റെ കൈ ആ ഡെഡ് ബോഡിക്ക് നേരെ ഒന്ന് തിരിച്ചു. മാർക്കിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഒരു പ്രകാശം ആ ഡെഡ് ബോഡിക്ക് നേരെ ഉണ്ടാവുകയാണ്. ആ പ്രകാശം ഒരു ഫ്ലെയിമായി മാറി. ആ ഫ്ലെയിം ആ ഡെഡ് ബോഡിയിൽ വീണതും ആ ഡെഡ് ബോഡി കത്തി തുടങ്ങി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ആ സ്പിരിച്വൽ എനർജി ആ ബോഡി മുഴുവൻ അവിടെ തുടച്ചു മാറ്റി. ശരിക്കും അങ്ങനെ ഒരു ബോഡി അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നാത്ത ശരിയിൽ ആ സ്പിരിച്വൽ എനർജി ആ ബോഡിയെ അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കുകയായിരുന്നു. ആ ബോഡി അപ്രത്യക്ഷമായതും മാർക്ക് ചുറ്റും നോക്കിയിട്ട് വീടിന് അകത്തേക്ക് കടന്നു. വീടിനകത്തേക്ക് അടക്കുമ്പോഴാണ് മാർക്കിന്റെ മനസ്സിൽ പെട്ടെന്ന് ആ ചോദ്യം ഒരിക്കൽ കൂടി വന്നത്, നീൽ ഫ്ലെമിംഗ് എവിടെ പോയി? ആ ചോദ്യം മനസ്സിലേക്ക് വന്നതും മാർക്ക് വീണ്ടും നീലിനെ വിളിച്ചു. നീലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.
ഇതുവരെ എം ലൈഫിൽ നിന്ന് മാർക്ക് ഫെൽഡറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.